എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത് ഇപ്പം ദിനേശേടൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പല പല സമയങ്ങളിലും നമ്മുടെ പല പരിപാടികളിൽ നിന്നും ബോധപൂർവമോ അല്ലാതെയോ ആയിട്ട് മാറ്റി നിർത്തുന്ന ഒരുപാട് ആളുകൾ നമ്മളുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രകൃതി എൻ്റെ സുഹൃത്താണ്. നമ്മൾ വളരെ വർഷങ്ങൾക്ക് മുന്നേ തൃശ്ശൂർ ഈ ക്യൂർ പ്രൈഡ് കേരള പ്രൈഡ് നടക്കുന്നുണ്ടല്ലോ, പ്രൈഡ് മാർച്ചുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയിൽ പ്രൈഡ് കേരളത്തിലൊരു പ്രൈഡ് നടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ തമ്മിൽ പരസ്പരം കണ്ടിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ നമ്മൾ പോകുന്ന ഒഴുക്കിൽ പല സമയത്ത് എവിടേക്കോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതിരിക്കുകയും പിന്നെ ഇപ്പോൾ ദിനേശേട്ടൻ എന്നോട് ഈ ഒരു കാര്യം വിളിച്ച് പറയുമ്പോൾ ഞാൻ എൻ്റെ ഒരു സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ചെയ്തത് തൃശ്ശൂരായിരുന്നു. അപ്പോൾ അവിടെയുള്ള കുറച്ച് സുഹൃത്തുക്കൾ മുഖാന്തരമാണ് ദിനേശേട്ടന് ഞാൻ ഈ കുറച്ച് കാലമായിട്ട് കേരളത്തിലെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, സഹയാത്രിക എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ആദ്യത്തെ കോർഡിനേറ്റർ ആയിരുന്നു. അത് ഒരു ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റി ബേസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. അപ്പം അതിനുശേഷം ഒരു 5 വർഷമായിട്ട്, അതിനുശേഷം വളരെ കാലങ്ങൾ കഴിഞ്ഞിട്ട് ഒരു 5 വർഷം ആയിട്ട് ഞാൻ വയനാടുണ്ട്. അപ്പോൾ ധനുഷേട്ടൻ എന്നോട് ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ആ ഒരു ക്ഷണം സ്വീകരിച്ചത്. കാരണം എനിക്ക് എപ്പോഴും ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ തന്നെ ഞാൻ ഏറ്റവും അധികം കൂടുതൽ എനിക്ക് കൂടെ നിന്നിട്ടുള്ള, എൻ്റെ കൂടെ നിന്നിട്ടുള്ളത് എൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പോൾ അതെനിക്ക് ഒരു കൂടുതൽ എനിക്ക് ഇടപെടാൻ പറ്റിയിട്ടുള്ളതും എന്നോട് തിരിച്ച് ഇടപെട്ടിട്ടുള്ളതുമായിട്ടുള്ള ഒരു വിഭാഗം, അല്ലെങ്കിൽ വിഭാഗം നമ്മൾ പറയാൻ പാടില്ല, എൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ നിന്നുള്ളൊരു സുഹൃത്താണ് പ്രകൃതി ഇപ്പോൾ നമ്മുടെ കൂടെ ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ പ്രകൃതിയോട് സംസാരിക്കാം. വയനാട് പോലെയുള്ളൊരു സ്ഥലത്തു നിന്ന് ഇപ്പോൾ തൃശ്ശൂരാണെങ്കിലും എറണാകുളം ആണെങ്കിലും ട്രിവാൻഡ്രം ആണെങ്കിലും ഒക്കെ കൂടുതൽ നമുക്ക് എന്തുണ്ട്, കുറച്ച് വിസിബിലിറ്റി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ബേസ് ആയിട്ടുള്ള ഇപ്പോൾ ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റി ബേസിൽ ഒരുപാട് കാര്യങ്ങൾ ഡെയിലി ലൈഫിൽ നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ട്. ഇപ്പോൾ ആളുകൾക്ക് ജെൻഡർ എന്താണെന്നും സെക്ഷുവാലിറ്റി എന്താണെന്നും അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിറ്റീസിനെ കുറിച്ച് കുറച്ച് ധാരണകളുണ്ട്. ഇതൊരു ഭയങ്കര, ശരിക്കും പറഞ്ഞാൽ ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റി ഈസ് വൈഡ് ഒരു കടൽ പോലെ വ്യാപ്തിയുള്ള ഒരു ഏരിയയാണ്. നമുക്ക് പെട്ടെന്നൊരു ദിവസത്തെ ഒരു ചർച്ചയിലൂടെ കാര്യങ്ങളൊന്നും അറിയില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും കുറേയൊക്കെ ഇതിനെക്കുറിച്ച് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അപ്പോൾ നമ്മുടെ കൂടെ പ്രകൃതിയുണ്ട്. പ്രകൃതിയുടെ എങ്ങനെയാണ് ഇപ്പം പ്രകൃതി ഉള്ള ഒരു ഇതിലേക്ക് വയനാട് പോലെയുള്ള ഒരു സ്ഥലത്തുനിന്ന് ഞാൻ പറഞ്ഞു വന്നത് അതാണ്. തൃശ്ശൂരൊക്കെ ആളുകൾക്ക് കുറേ കൂടുതൽ കാര്യങ്ങൾ അറിയാമെങ്കിലും വയനാട് എന്ന് പറയുമ്പം അവിടെ നമുക്ക് സ്ട്രഗിൾ ഒരു 50% ആണെങ്കിൽ ഇവിടെ ഇതുപോലെയുള്ളൊരു സ്ഥലത്തുനിന്ന് ഒരു കമ്മിങ് ഔട്ട് പ്രോസസ്സോ അല്ലെങ്കിൽ ആരോടെങ്കിലും ഒരാളോട് ഒരു സ്വത്വം അല്ലെങ്കിൽ ഞാൻ എന്താണ്, എൻ്റെ ഐഡൻറ്റിറ്റി എന്താണ് എന്ന് പറയാൻ ഉണ്ടാവുന്ന സ്ട്രഗിള് 100%-ന് മുകളിലായിരിക്കും. അപ്പോൾ നമുക്ക് പ്രകൃതി പ്രകൃതിയുടെ ഒരു ജേണി, ഒരു യാത്ര നമ്മളോട് ഷെയർ ചെയ്യുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. വിജേഷിൽ നിന്നാണ് ഞാൻ പ്രകൃതിയിലേക്ക് മാറണത്. ഡെഡ് നെയിം പറയാൻ എനിക്ക് താല്പര്യമില്ല, എന്നാലും പറയേണ്ട സാഹചര്യങ്ങളിൽ നമ്മൾ പറയേണ്ടി വരും അല്ലേ. ഒരു ആദിവാസി വിഭാഗത്തിലെ ഒരു ട്രാൻസ് വുമൺ ആണെന്ന് പറയുമ്പോൾ ഞാൻ അത് അന്തസ്സോടെ അഭിമാനത്തോടെ തന്നെ ഞാനത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൈബ്സിനെ സംബന്ധിച്ച് അറിയാം, വയനാട് ജില്ലയിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ട്രൈബൽസിൻ്റെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ട് കാര്യങ്ങളും അവരുടെ വിദ്യാഭ്യാസം ആണെങ്കിലും അവരുടെ ബേസിക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലാണെങ്കിലും കുറച്ച് ബാക്കിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. അത് സാമ്പത്തികപരമായ ആണെങ്കിൽ തന്നെ ആ ഒരു കാര്യം ഒരു ട്രൈബൽ എന്നതിൻ്റെ പേരിലും പ്രത്യേകിച്ച് അതുകൂടാതെ തന്നെ ജെൻഡർ എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു ഘടകവും വരുമ്പോൾ
ഈ രണ്ട് സാധനങ്ങളും കൂടി ഒന്നിച്ച് തലയിൽ ചുവന്ന് കൊണ്ടുപോകാന്ന് പറയുന്നത് കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ്. അല്ലെങ്കിൽ തന്നെ 100 കൂട്ടം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് എന്താണ്, അമ്മേ ഞാൻ ആണല്ല ഞാൻ പെണ്ണാണെന്ന് പറയുമ്പോൾ വീട്ടുകാർക്ക് ഉണ്ടാകുന്ന ഒരു ഷോക്കിങ്, അത് കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ ഞാൻ രാവിലെ ഉച്ചയ്ക്കാണ് ഞാൻ എത്തിയത്. കഴിഞ്ഞ 3 ചർച്ചകളിലും പൊതുവേ നമ്മൾ സംസാരിക്കുന്ന 3 കാര്യങ്ങൾ: മനുഷ്യർ, ദൈവങ്ങൾ, പിന്നെന്താണ് സയൻസ്. ഈ 3 വിഷയങ്ങളെ കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്തത്. മനുഷ്യൻ, സയൻസ്, പിന്നെ ദൈവങ്ങൾ. ഈ ജെൻഡർ എന്ന് പറയുന്ന ഒരു വിഷയത്തെ നമ്മൾ കയറി മുറിക്കുമ്പോൾ ഇതിലും വരും പൊളിറ്റിക്കലായിട്ടുള്ള പല കാര്യങ്ങളും, ആചാരാനുഷ്ഠാനങ്ങളും, ജാതി മതങ്ങളും, ഇതെല്ലാം വരും. അപ്പോൾ മതങ്ങളെ കൂടുതലായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരെന്താണ്, ഇത് തെറ്റാണെന്ന് പറഞ്ഞ് നടക്കുക തന്നെ ചെയ്യുള്ളൂ. പ്രത്യേകിച്ച് ഞാൻ 1ാം ക്ലാസ് മുതൽ ഞാൻ TTC വരെ ഞാൻ വയനാട് ജില്ലയിലാണ് ഞാൻ പഠിച്ചത്. അതുവരെ ഞാൻ കമ്മിങ് ഔട്ട് ചെയ്തിട്ടില്ല. എൻ്റെ ജെൻഡർ ഐഡൻറ്റിറ്റി ഇതാണ് അമ്മേ. പക്ഷെ എന്നെ ആൾക്കാർ കളിയാക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ദിലീപിൻ്റെ ഒരു സിനിമ ഉണ്ടല്ലോ, ചാന്തുപൊട്ട്. ചാന്തുപൊട്ടിലെ ദിലീപാണ്, അല്ലെങ്കിൽ 9 അങ്ങനെ കുറേ ഇരട്ട പേരുകളൊക്കെ വിളിച്ച് കളിയാക്കുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ ഒന്നും ഇല്ലാണ്ട് നമ്മളെ ആരും ഒന്നും പറയില്ലല്ലോ. ഒരു പക്ഷെ എനിക്ക് എന്തെങ്കിലും ആയിരിക്കാം ചിലപ്പോൾ അവർ പറയണത്. ആദ്യം ഞാനിങ്ങനെ എന്നെ കളിയാക്കണ ആ സമയത്തൊക്കെ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു വീട്ടിൽ. എന്നെ എന്തുകൊണ്ടാണ് അവർ കളിയാക്കണത്, എനിക്ക് സത്യത്തിൽ എന്തെങ്കിലും രോഗമാണ്, എന്തെങ്കിലും മാനസിക രോഗമാണോ ഒക്കെ ഞാൻ ചിന്തിച്ചു ഇരുന്ന പിന്നെ രാത്രികളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തൊന്നും എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല. ആകെ നമ്മൾ മെയിനായിട്ടും കേൾക്കുന്നത് ആണ് പെണ്ണ് എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഞാൻ പോലും കുഞ്ഞുനാൾ മുതൽ ഞാൻ കേട്ട് വളർന്നത്. പക്ഷേ ഒരു പുരുഷനാണെങ്കിലും പിന്നെ ഒരു പുരുഷനെന്ന് പറയണതിന് ഇന്ന കാര്യങ്ങൾ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. പക്ഷെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. നല്ല പൗരുഷമുള്ള ആളായിരിക്കണം, താടിയും മീശയുള്ള ആളായിരിക്കണം, ബോഡിയൊക്കെ നല്ല ജിമ്മനായിരിക്കണം എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ. പിന്നെ ബേസിക്കലി ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ പല എൻ്റെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്തിട്ടുള്ള ഒരു നമ്മുടെ ഇപ്പം ശീതളാണെങ്കിലും ഫൈസു ആണെങ്കിലും ഇപ്പോൾ നമ്മളുടെ വനിതയുടെയൊക്കെ ഒരു കവർ പിക്ചറായിട്ട് ഒരു ട്രാൻസ് പേഴ്സൻ്റെ പടം ആദ്യമായിട്ട് വരുന്നത് ദീപ്തി കല്യാണി എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്തിൻ്റെയാണ്. അപ്പോൾ ഇപ്പം ഈ ചാന്തുപൊട്ട് എന്ന് പറയുന്ന സിനിമ, ആ സിനിമ കമലിൻ്റെ സിനിമയാണ്, കമൽ സാറിൻ്റെ സിനിമയാണ്. അപ്പോൾ ആ സിനിമ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് പ്രകൃതി പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നൊരു ഇതുണ്ട്, ഒരു ഇവൻ്റ് ഉണ്ട് എൻ്റെ ലൈഫിൽ. ചേതന മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, തൃശ്ശൂർ ഫാദർ ബെന്നി ബെനഡിക്റ്റിൻ്റെ സ്കൂളാണ്. അപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയത്ത് ജ്വാല എന്ന് പറഞ്ഞ്, ഫേം ജ്വാല എന്ന് പറഞ്ഞ തൃശ്ശൂർ ബേസ് ആയിട്ടുള്ള കസാക്സിൻ്റെ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ കീഴിൽ വർക്ക് ചെയ്യുന്നൊരു ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഞാൻ ഫൈസലിനെയും നമ്മുടെ ശീതളിനെയൊക്കെ പരിചയപ്പെടുന്നത്. അപ്പോൾ അവരവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ചാന്തുപൊട്ട് എന്ന് പറയുന്നൊരു സിനിമ കാണാൻ അവരുടെ നാട്ടിൽ, ഗുരുവായൂർ എന്ന് പറയുന്ന നാട്ടിൽ തിയേറ്ററിൽ ഇവർക്ക് സിനിമ കാണാൻ ഇവർക്ക് തനിയെ പോകാൻ പേടിയാണ്. കാരണം ആ സിനിമയുടെ പ്രതിപാദ്യം എന്ന് പറയുന്നത് തന്നെ ഇപ്പം ഈ പറഞ്ഞതുപോലെ 9 വിളിക്കുന്ന വിളിപ്പേരുകൾ നമുക്ക് തരുന്ന ട്രോമ, നമ്മളത് കേട്ട് നമ്മളുടെ ഓരോ ജീവിതം ഇപ്പം പറഞ്ഞു പല രാത്രികൾ എന്ന് പറഞ്ഞു. ആ രാത്രികൾ മാത്രമല്ല, എല്ലാ സമയങ്ങളിലും നമ്മളെ ഒരു സൊസൈറ്റി ഇതൊന്നും അല്ലാത്തൊരവസ്ഥയിൽ നോക്കിക്കാണുകയും നമ്മൾ അതിലൂടെ യാത്ര ചെയ്യേണ്ടി വരുന്ന ഓരോ നിമിഷങ്ങളും നമ്മൾ അതിലൂടെ യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. അത് വളരെ ഭയങ്കര ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരവസ്ഥയാണ്. അപ്പോൾ ആ സിനിമ കാണാൻ പോകാൻ പേടിയായതുകൊണ്ട്
എനിക്ക് അവരുടെ കൂടെ ആ ഗുരുവായൂരുള്ള തിയേറ്ററിൽ പോയിട്ട് ആ സിനിമ കാണാൻ വേണ്ടി ഞാൻ അവരോടെയാണ് സിനിമ കാണാൻ പോകുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അതിലെ പ്രണയം പറയുമ്പോഴും പിന്നെ എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആസ് എ പേഴ്സൺ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവരുടെ ഫ്രണ്ട് എന്നുള്ള നിലയിൽ മനസ്സിലാവുന്നുണ്ട്. അവർ ഷെയർ ചെയ്യുന്ന ഇമോഷൻസ് എന്താണ് എന്നോട് എൻ്റെ കൂടെ വരുമ്പോൾ അവർക്കുള്ളൊരു ധൈര്യം. കാരണം ഫിസിക്കലി ഇപ്പോൾ ഈ പറഞ്ഞില്ലേ, നമുക്ക് കാഴ്ച ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാഴ്ചയിൽ നിന്നാണ് നമ്മളതിനെ പേരെടുത്ത് വിളിക്കുന്നത്. അതായത് ഒരു പുരുഷൻ ഇങ്ങനെ ആവണം, പുരുഷനായാൽ മീശ വേണം, താടി വേണം, പൗരുഷനുണ്ടാവണം എന്ന് പറയുന്നൊരു ഒരു ഇതിനപ്പുറത്ത് നമ്മൾ ബയോളജിക്കലി ഒരു ഫീമെയിൽ ബോഡിയിൽ ഒരു മെയിൽ ബോഡിയിൽ ട്രാപ്ഡായി പോകുന്ന ഒരു ഫീമെയിൽ ബോഡിയിൽ ട്രാപ്പായി പോകുന്ന മെയിലുമുണ്ട്, ഒരു മെയിൽ ബോഡിയിൽ ട്രാപ്പായി പോകുന്ന ഒരു ഫീമെയിലും ഉണ്ട്. അപ്പോൾ ഇത് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനെ അഡ്രസ്സ് ചെയ്യുക, അതിനെ അംഗീകരിക്കുക. നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടാവും നേരെ വഴിക്കല്ല, അത് അഡ്രസ്സ് ചെയ്യുന്നതും നേരായിട്ടുള്ളൊരു വഴിക്കല്ല. പക്ഷേ ആ ഒരു നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഈക്വാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ജെൻഡർ എന്ന് പറഞ്ഞാൽ മെയിലും ഫീമെയിലും മാത്രമല്ലല്ലോ. അപ്പം അതാണ് പ്രകൃതി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ. 9 ചാന്തുപൊട്ട്, ആണും പെണ്ണും കെട്ടവൻ, പെണ്ണാളൻ, പല പല വേർഡ്സുകളും കാര്യങ്ങളും ഞാൻ എൻ്റെ സ്കൂള് കാലഘട്ടത്തിൽ തന്നെ, സ്കൂളിൽ പഠിക്കുന്ന ആ സമയത്ത് തന്നെ ഞാൻ കേട്ട് വളർന്ന് വന്നൊരാളാണ്. അതുകൊണ്ട് അന്ന് ഞാൻ കരഞ്ഞെങ്കിലും ഇന്നൊരു പക്ഷേ ആ കളിയാക്കിയ വേർഡ്സ് ചിലപ്പോൾ അവരങ്ങനെ കളിയാക്കിയത് കൊണ്ടായിരിക്കും എനിക്ക് എൻ്റെ ജെൻഡർ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ എൻ്റെ സ്വത്വം എനിക്ക് മനസ്സിലാക്കാനും അത് സൊസൈറ്റിക്ക് മുമ്പിൽ എനിക്ക് വിളിച്ച് പറയാനും കഴിഞ്ഞത്. ഇന്ന പോലെ ഞാനും ഈ ഒരു നാട്ടിൽ ഞാൻ ജീവിക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്തും എനിക്ക് കുറേ ആൾക്കാർ സപ്പോർട്ട് ഉണ്ടായിരുന്നു. എൻ്റെ ടീച്ചേഴ്സ് ആണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും. പിന്നെ ജെൻഡർ ഐഡൻറ്റിറ്റി കമ്മിങ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. നേരെ ഒന്നും നോക്കിയില്ല. എൻ്റെ ഒരു നല്ലൊരു അടിപൊളി പിക്ക് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. നല്ല ചുള്ളൻ ചെക്കനായിരുന്നു. ചുള്ളൻ ചെക്കനാണെങ്കിലും ഒരു കുഞ്ഞി പൊട്ടുണ്ടാവും നെറ്റിയിൽ, കുറച്ച് ലിപ്സ്റ്റിക്ക് ഉണ്ടാവും, കണ്ണിൽ കൺമഷി ഉണ്ടാവും, പാൻറ്റും ഷർട്ടും. ആ സമയത്താണ് ഞാൻ ലിപ്സ്റ്റിക്കും ഇട്ടു, കണ്ണെഴുതി, പൊട്ട് തൊട്ട്, പാൻറ്റും ഷർട്ട് ഇട്ടിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഞാൻ എഴുതിയിട്ടു. എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റുള്ളൂ, മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കൊത്ത് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാൻ ആരാണ് എന്താണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒരുപക്ഷെ എൻ്റെ ശരീരം ഇങ്ങനെ ആയത് എൻ്റെ കുഴപ്പമല്ല. ആ ഒരു വേർഡ്സ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അംഗീകരിക്കുന്നവർ അംഗീകരിക്കട്ടെ, അംഗീകരിക്കാത്തവർ അംഗീകരിക്കണ്ട. പക്ഷേ ഇത് വിചാരിച്ച് ഞാൻ ചാവാനോ ഇതിനൊന്നും ഞാൻ നിൽക്കൂല. ജീവിക്കുന്നുണ്ട്. എനിക്ക് ജീവനുണ്ടെങ്കിൽ എനിക്ക് ജീവിച്ചാലേ പറ്റുള്ളൂ. എൻ്റെ ആയുസ് എപ്പോഴാണോ തീരണത് അന്നേ ഞാൻ ഇവിടുന്ന് മരിക്കുള്ളൂ എന്നാണ് ഞാൻ അടുത്ത് വരെ ഞാൻ പോയി പറഞ്ഞത്. അതുമല്ല, ഈ ട്രൈബൽ കമ്മ്യൂണിറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പൊതുവേ ട്രൈബൽസിന് അവരുടേതായൊരു ഭാഷയുണ്ട്, വേഷം, ആചാര അനുഷ്ഠാനങ്ങൾ ഇതെല്ലാം ഉണ്ട്. ഈ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും എല്ലാം കീറി മുറിച്ചു കൊണ്ടാണ് ഞാൻ എൻ്റെ ജെൻഡർ ഐഡൻറ്റിറ്റി കമ്മിങ് ഔട്ട് ചെയ്യണത്. ഒരുപക്ഷെ ഞാനൊരു ഹിസ്റ്ററി വിദ്യാർത്ഥി, BA ഹിസ്റ്ററിയാണ് ഞാൻ എടുത്തത്. ഹിസ്റ്ററി വിദ്യാർത്ഥിനി എന്ന നിലയിൽ ഞാൻ നമ്മുടെ ചരിത്രപരമായ പല കാര്യങ്ങളെയും നമ്മൾ നോക്കി കാണുമ്പോൾ ശിലാലിഖിതങ്ങൾ അല്ലെങ്കിൽ ശിലകൾ കൊണ്ടുള്ള പല രൂപങ്ങളും കാര്യങ്ങളെല്ലാം നമ്മളെ ഗേ ആയിട്ടുള്ള പല ഗജാവു പോലെയുള്ള നമ്മുടെ ചില സ്കൾപ്റ്റേഴ്സിൽ വളരെ കൃത്യമായിട്ട് ഇത് ഹോമോസെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ഇത് കൃത്യമായിട്ടുണ്ട്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കുറേ അനുഭവങ്ങൾ കിട്ടുന്നതിൽ ഒന്നാണ് ഈ ഖജുറാഹോയിലുള്ള സ്കൾപ്റ്റേഴ്സ്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അറിയുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അതൊരു പക്ഷേ
നേരെ മറിച്ച് ഈ വയനാട് ജില്ലയിൽ നിൽക്കുമ്പോൾ ഇവിടെ ആരും കമ്മിങ് ഔട്ട് ചെയ്തിട്ടില്ല. ആരും എന്താണ് ഞാനൊരു ട്രാൻസ്ജെൻഡർ ആണെന്ന് ആരും തുറന്നു പറഞ്ഞിട്ടില്ല. എൻ്റെ മുന്നിൽ ആരെങ്കിലും ഒരാൾ എനിക്ക് പറഞ്ഞ് തന്നാലല്ലേ എനിക്ക് അവരെ കണ്ടിട്ടെങ്കിൽ എനിക്ക് തുറന്നു പറയാൻ പറ്റുള്ളൂ. ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. കുറേ നാൾ ഞാൻ ഉള്ളിൽ ഒതുക്കി തന്നെ നടന്നു. ടീച്ചിങ് പ്രാക്ടീസിന് പോണ സമയത്ത് സത്യം പറഞ്ഞാൽ സാരി ഉടുത്ത് പോകാൻ എനിക്ക് ആഗ്രഹം. ആ സമയത്തെല്ലാം ഞാൻ എൻ്റെ ഉള്ളിൽ ഞാൻ അടക്കി പിടിച്ച് നടക്കുകയായിരുന്നു. പക്ഷേ വാലുമൽ ITIയിൽ പഠിക്കണ സമയത്ത് ടീച്ചേഴ്സ് പറയണ വർക്കും ടീച്ചിങ് മാനുവലാണെങ്കിലും പെഡഗോജി ആണെങ്കിലും എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് കൊണ്ട് ചെയ്ത് വെക്കണത് കൊണ്ട് ഇടയ്ക്ക് ഫ്രണ്ട്സ് എല്ലാവരും പറയും, ഒരു പെൺപിള്ളേർ പോലും ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇത്ര നീറ്റായിട്ട് ചെയ്യില്ല, നിനക്ക് മാത്രം ഇത്ര കൃത്യത എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ. അപ്പോൾ എനിക്ക് അവരോട് തുറന്ന് പറയണം, ഞാൻ എൻ്റെ ജെൻഡറിൽ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷേ ഞാൻ മെയിൽ ആണെങ്കിലും എനിക്ക് ഫീമെയിലിൻ്റെ പല കാര്യങ്ങളാണ് എനിക്ക് ഫീൽ ചെയ്യണത്. അത് ബയോളജിക്കലി എനിക്ക് പല കാര്യങ്ങൾ അങ്ങനെയാണ് ഫീൽ ചെയ്യണത്. അപ്പോൾ ഇതെങ്ങനെ ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയും, അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്കൂളിൽ നിന്ന് പുറത്താക്കുമോ, അല്ലെങ്കിൽ എൻ്റെ പഠിത്തം മുടങ്ങി പോകുക എന്നുള്ള പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആരടുത്ത് ഞാൻ പറഞ്ഞില്ല. ഇവിടുന്ന് ചാടാൻ വേണ്ടിയിട്ട് വയനാട് ജില്ലയിൽ ഒരു സമരം നടന്നുകൊണ്ടിരുന്നു. 2018-19 തോന്നുന്നു. ഞാൻ കേരളത്തിലെ ആദിവാസി ദളിത് ക്യൂർ വ്യക്തികൾ നിൽക്കുന്ന ഒരു NGO ഉണ്ട്. വയനാട് ബേസ് ചെയ്തിട്ട് പ്രവർത്തിക്കുന്ന ഒരു NGO ആണ്. ആദിശക്തി സമ്മർ സ്കൂൾ എന്നാണ് ആ ഒരു NGOയുടെ പേര്. അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് കുറച്ച് നാൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 3 വർഷക്കാലത്തോളം. ഞാൻ BA ഹിസ്റ്ററി എറണാകുളം ഗവൺമെൻറ് ആർട്സ് കോളേജ് തൃപ്പൂണിത്തുറയിൽ പഠിക്കണ ആ സമയത്ത്. അപ്പോൾ അവിടെ പോയിട്ട് അല്ലെങ്കിൽ സ്വന്തം നാട് വിടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇവിടെ നിന്നിട്ട് എനിക്ക് എന്തായാലും കമ്മിങ് ഔട്ട് ചെയ്യാൻ പറ്റില്ല, ഇത് തുറന്നു പറയാൻ പറ്റില്ല. വീട്ടുകാരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ മിക്കവാറും തല്ലിക്കൊല്ലാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സാവധാനം മെല്ലെ മെല്ലെ ഞാൻ എല്ലാ കാര്യങ്ങളും വീട്ടിലേക്ക് അറിയിക്കാൻ തുടങ്ങി. ഓരോ ക്ലൂ കൊടുക്കണത് ഒന്നില്ലെങ്കിൽ എൻ്റെ മൊബൈൽ ഫോണിൽ നമ്മുടെ സീമ ചേച്ചീനെ ആണെങ്കിലും രഞ്ജിമാറിൻ്റെ ആണെങ്കിലും ഈ ചേച്ചിമാരുടെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഓൾറെഡി യൂട്യൂബിലൊക്കെ ഉണ്ട്. ചുമ്മാ ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് ഈ വീഡിയോ പ്ലേ ചെയ്തിട്ട് വോളിയം ഞാൻ കൂട്ടി വെക്കും. അപ്പോൾ നീ എന്തിനാ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കണേന്ന്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് അനിയനോട് പറയും, എടാ ഇതുപോലെ ആൾക്കാരുണ്ട്, നിങ്ങൾ അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ നോക്ക്. ആണോ പെണ്ണോ മാത്രമല്ല, അതിൻ്റെ ഇടയിൽ പല ആൾക്കാരും ഉണ്ട്, നമ്മളത് അറിയാത്തതാണ്. ഒരു പക്ഷേ അവരുടെ പ്രശ്നങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ കാര്യങ്ങളായിരിക്കാം, പക്ഷെ കുഞ്ഞി കാര്യം പോലും അത് മനസ്സിനെ വല്ലാണ്ട് വേദനപ്പെടുത്തുന്നത് തന്നെ ആയിരിക്കും. അങ്ങനെ പല ട്രിക്സും കാര്യങ്ങളും ഞാൻ ഇറക്കിയിട്ടാണ് ഞാൻ കമ്മിങ് ഔട്ട് ചെയ്തത്. അതും ഇവിടെ നിന്നല്ല, എറണാകുളത്തു നിന്നാണ്. ഞാൻ സുകന്യ ചേച്ചീൻ്റെ അടുത്താണ് ഞാൻ ആദ്യമായിട്ട് ചേച്ചി എൻ്റെ ജെൻഡറിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, ഒരാണാണെങ്കിലും എനിക്ക് ബയോളജിക്കലി എനിക്ക് അറിയില്ല, ഞാൻ ഫീൽ ചെയ്യണത് അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കണത് ഇഷ്ടപ്പെടണതെല്ലാം പല പല രീതികളിലാണ്. എനിക്കിതെല്ലാം എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്ന്. അങ്ങനെയാണ് സുകന്യ ചേച്ചി എനിക്ക് ജെൻഡർ എന്താണ് അല്ലെങ്കിൽ സെക്ഷുവാലിറ്റി എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഇവിടെ അറിവില്ല എന്നൊന്നും ആരും പറയരുത്, അറിവുള്ള ആൾക്കാർ തന്നെയാണ് വയനാട് ജില്ലയിലുള്ളത്. പക്ഷേ ഇവിടെ ഇമ്പോർട്ടൻ്റ് കൊടുക്കാത്തത് ഒരു പക്ഷേ കമ്മിങ് ഔട്ട് ചെയ്തു വരാനുള്ള പേടിയാണ്. ബേസിക്കലി ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രകൃതി പറഞ്ഞതുപോലെ ഒരുപാട് കുട്ടികൾ ഇപ്പം US പോലെയുള്ള കൺട്രീസിലാണെങ്കിൽ 2 പുസ്തകങ്ങളുണ്ട്. ബേസിക്കലി US നമ്മുടെ സിലബസിൽ നമ്മൾ പറയുന്നില്ലേ സെക്സ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ പലരും അതിനെ ഇന്നപ്പെട്ട് ചെയ്യുന്ന രീതി വ്യത്യസ്തമായതുകൊണ്ട് തന്നെ നമ്മുടെ സിലബസിൽ അത് ഇതുവരെ വരാതിരിക്കുന്നുണ്ട്. US 2 ബുക്സ് ഉണ്ട്. ഒരു ബുക്കിൻ്റെ പേര് ബ്ലൂ ബുക്ക് എന്നും ഒരു ബുക്കിൻ്റെ പേര് റെഡ് ബുക്ക് എന്നുമാണ്.
അപ്പോൾ ഈ ബ്ലൂ ബുക്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളുടെ സെക്ഷുവാലിറ്റിയെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ സെക്ഷുവൽ ഡിസയറിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അതൊന്നും നമ്മുടെ ചർച്ചാ വിഷയമേ അല്ലാത്തൊരു കാര്യമാണ്. പക്ഷേ US ഈ 2 ബുക്കുള്ളതിൽ അവർ ബ്ലൂ ബുക്കിൽ കൃത്യമായിട്ടും പ്രതിപാദിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കാവുന്ന അവസ്ഥാന്തരങ്ങളെ, ചേഞ്ചസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അത് ഒരു കുട്ടി വളരെ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഒരു 8 വയസ്സിന് ശേഷം നമ്മുടെ ബ്രസ്റ്റ് വളരുന്ന ഒരു പീരീഡ് ഉണ്ട്. കൺഫ്യൂഷൻസ് ആണ്, അതായത് എന്താണ് എൻ്റെ ശരീരത്തിൽ സംഭവിക്കുന്നത് എന്നുള്ള പറയുന്ന അത് ഒരിക്കലും കുട്ടികൾ ഇതിനെ സെക്സുമായിട്ട് കണക്ട് ചെയ്യുന്നില്ല. പക്ഷേ നമ്മുടെ ശരീരത്തിൽ, സ്വന്തം ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്താണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് കുട്ടികൾ എത്തപ്പെടുന്നതിൻ്റെ ഒരു ഉത്തരവാദിത്തം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ്. അപ്പോൾ അത് അവിടെയാണ് നമ്മൾ ഈ പറയുന്ന സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ. അതുപോലും കിട്ടാത്ത ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിച്ചു വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന കൺഫ്യൂഷൻസ്, ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, ഞാൻ ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ഒരു ഫീമെയിൽ ബോഡിയിൽ ട്രാപ്പായിട്ടുള്ള ഒരു മെയിലോ, ഒരു മെയിൽ ബോഡിയിൽ ട്രാപ്പായിട്ട് പൊരിക്കുന്ന ഒരു ഫീമെയിലോ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ഭയങ്കര ഇതായിട്ട് ബാധിക്കുന്ന ഒരു സാധനം പേടിയാണ്. ഇത് ആരോട് പറയും? കാരണം നമ്മൾ കണ്ടിരിക്കുന്നത് ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുന്ന ഒരു പുരുഷനെ കല്യാണം കഴിക്കുന്ന ഒരു സ്ത്രീ, അതായത് ഈ പറയുന്ന പാട്രിയാർക്കി സാധനത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു ഫാമിലി സിസ്റ്റവും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് പോകാൻ നമ്മൾ ഭയക്കണം. കാരണം അങ്ങനെ ആ ഒരു പേടി കൊണ്ട് മാത്രം ഇല്ലാതായിപ്പോയ ഒരുപാട് സുഹൃത്തുക്കൾ, ഒരുപാട് ആളുകൾ നമുക്കറിയാം അല്ലേ? ഈ ഒരു ജെൻഡർ ഐഡൻറ്റിറ്റി, ഒരു സെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ഇതൊക്കെ പുറത്ത് പറഞ്ഞിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ട്രഗിൾസിലും ട്രോമയിലും ഇല്ലാതായിപ്പോയ ഒരുപാട് സുഹൃത്തുക്കളെ നമുക്ക് അറിയാം, നമ്മുടെ ഇടയിലുണ്ട്. പറഞ്ഞു വന്നത് നമ്മൾ പേടി, നമുക്കെന്താണ് പൊതുവേ വയനാട് ജില്ലയിൽ അങ്ങനെ ആരും ജെൻഡർ ഐഡൻറ്റിറ്റിയൊക്കെ കമ്മിങ് ഔട്ട് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് എൻ്റെ ഫ്രണ്ടിൽ ആരെങ്കിലും ഒരാൾ നിന്നാൽ എനിക്കൊരു കൂട്ടാവല്ലോ എന്നൊരു തോന്നൽ എനിക്ക് അന്ന് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അന്ന് ഇവിടെ ആ ഒരു കൂട്ട് കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് നേരെ എറണാകുളം ഹോസ്റ്റലിൽ നിന്നിട്ടാണ് ഞാൻ സുകന്യ ചേച്ചീൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറയണത്. ആ സമയത്ത് അപ്പോഴും എനിക്ക് പേടി ഉണ്ടായിരുന്നു. അവിടെ ട്രൈബൽ വിദ്യാർത്ഥികൾ നിൽക്കുന്ന ഒരു ഹോസ്റ്റലാണ്. അപ്പോൾ അവിടെയും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെങ്ങാനും പുറത്താക്കുമോ എന്നുള്ളൊരു പേടിയും കാര്യങ്ങളും അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. കാരണം ഇവർക്കൊക്കെ ഇതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. പറയുകയാണെങ്കിൽ ഗീതാനന്ദ മാഷിനും ലിഡി ചേച്ചിക്കാണെങ്കിലും സുകന്യ ചേച്ചിക്കാണെങ്കിലും നമ്മുടെ വയനാട്ടിലെ മണികണ്ഠൻ ചേട്ടനാണെങ്കിൽ തന്നെ ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാർക്കെല്ലാം ഇതിനെക്കുറിച്ചുള്ള കറക്റ്റായിട്ടുള്ള കുറേ ധാരണകളുണ്ട്. പക്ഷെ ഇവർ ഞങ്ങളോട് ഡിസ്കസ് ചെയ്തിട്ടില്ല എന്ന് മാത്രം. ഞാൻ കമ്മിങ് ഔട്ട് ചെയ്തതിന് ശേഷമാണ് ആ ഹോസ്റ്റലിൽ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് സംസാരിക്കാൻ തുടങ്ങിയത്. ആ ഹോസ്റ്റലിൽ മാത്രമല്ല, എൻ്റെ വയനാട്ടിലും. അതുകൊണ്ട് തന്നെ ആദിവാസി പണിയ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഇതുപോലെ ഒരാളിങ്ങനെ കമ്മിങ് ഔട്ട് ചെയ്ത് വരുമ്പോൾ ഒരുപാട് സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ കൂടുതലായിട്ട് ഞാൻ നേരത്തെ ഇൻ്റർവ്യൂ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി. കൂടുതലൊന്നും ഞാൻ പറയില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ നമ്മൾ ഫേസ് അല്ലെങ്കിൽ എനിക്കിപ്പോൾ 25 വയസ്സായി. ഈ 25 വർഷക്കാലത്തോളം ഞാൻ ആ കുഞ്ഞുനാൾ മുതൽ ഞാൻ അനുഭവിച്ച് വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഫേസ് ചെയ്യണ പല പ്രശ്നങ്ങളും അത് എത്രത്തോളം ഉണ്ടെന്ന് അത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഒരുപക്ഷെ അതാരോട് നമുക്ക് ഷെയർ ചെയ്യാൻ, നമുക്കൊരു ഓപ്പണായിട്ട് സംസാരിക്കാൻ ഒരു കൂട്ട്, അതാണ് സത്യം പറഞ്ഞാൽ നമുക്ക് വേണ്ടത്. അങ്ങനെ ഒരു കൂട്ട് എനിക്കിവിടെ കിട്ടാത്തത് കൊണ്ട് നേരെ അങ്ങോട്ടേക്ക് പോയി. അതുകൊണ്ട് പല കാര്യങ്ങളും ഞാൻ പറയാൻ ആഗ്രഹിക്കണില്ല. എൻ്റെ വീട്ടിൽ അമ്മ, അനിയന്, നാത്തൂന്, ഞാൻ, ഇത്രയും ആൾക്കാരാണുള്ളത്. അനിയൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അനിയനെ കല്യാണം കഴിച്ചതാണ്. നാത്തൂന് ഇഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടിയും കാര്യങ്ങളും എനിക്കുണ്ടായിരുന്നു.
കയറി വന്ന വീട്ടിലെ മരുമോള് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാർക്ക് പറയാനാണോ പാട്. അപ്പോൾ ഒരുപക്ഷെ അവൾക്ക് നല്ല എഡ്യൂക്കേഷൻ ഉള്ളത് കൊണ്ടായിരിക്കും അവളെന്താണ് ഇതിനൊക്കെ, അത് കുഴപ്പമില്ല, അത് ഇപ്പോഴും എന്നെ ഏട്ടാന്ന് തന്നെയാണ് കേട്ടോ വിളിക്കണത്. അവർ മാറി വരാൻ ടൈമാവും, പക്ഷേ എൻ്റെ ഇഷ്ടങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടാണ്. എൻ്റെ എഴുത്തുകൾക്കാണെങ്കിലും ഞാൻ ചെയ്യുന്ന വർക്കുകൾക്കാണെങ്കിലും, ഇപ്പോൾ ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും എഴുത്താണെങ്കിലും ഇതുപോലുള്ള ജെൻഡർ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളും കാര്യങ്ങളെല്ലാം ഞാൻ വയനാട് ജില്ലയിൽ മാത്രമല്ല വയനാട് ജില്ലയ്ക്ക് പുറത്തും ഞാൻ പോയി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സംസാരിക്കണതിൽ കുറച്ച് ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, നമ്മൾ ഇത്രയും നാൾ ഞാൻ എന്താണ് ഒരു ക്ലാസ്സിനോ കാര്യങ്ങൾക്കോ ഒന്നും ഞാൻ പോയിട്ടില്ല. ഡാൻസിൻ്റെ പുറകെ ആയിരുന്നു കലോത്സവത്തിലെ മക്കളെല്ലാം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി ഇവിടെ വന്ന് നിൽക്കുന്നത് കൊണ്ട്, നമ്മുടെ വീടുകളിൽ വന്ന് നിൽക്കുന്നത് കൊണ്ട് നമ്മൾ അവിടുത്തെ ഭാഷ സംസാരിച്ച് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ കറക്റ്റായിട്ട് എന്താണ് മലയാളം പെട്ടെന്ന് കിട്ടൂല. അതാണ് ഇടയ്ക്ക് ഇങ്ങനെ തപ്പിപ്പോണത്. അതാണ് ഞാൻ സൂക്ഷിച്ച് സംസാരിക്കണത്. എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ അമ്മ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ആൾക്കാർ ആദ്യം തള്ളി പറഞ്ഞെങ്കിലും അതിപ്പോൾ ജെൻഡർ ഐഡൻറ്റിറ്റി നമ്മൾ വീട്ടിൽ വിളിച്ച് പറയണ ആ സമയത്ത്, അല്ലെങ്കിൽ കമ്മിങ് ഔട്ട് ചെയ്യണ സമയത്ത് ആരാണെങ്കിലും ആദ്യം തള്ളി പറയുകയേ ചെയ്യുള്ളൂ. എൻ്റെ അടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോളാനൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ പോയിക്കോളാം, എൻ്റെ ബാഗും ഡ്രസ്സൊക്കെ തന്നേക്കെന്ന് പറഞ്ഞിട്ട് ഞാൻ ബാഗിലേക്ക് ഡ്രസ്സും കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിന്നതായിരുന്നു. ആ സമയത്താണ് അമ്മ പറഞ്ഞത്, ഇവിടുന്ന് ഈ പടി ഇറങ്ങിയാൽ നിൻ്റെ കാല് ഞങ്ങൾ തല്ലി ഒഴിക്കുമെന്ന്. ഇവർക്ക് എന്നെ വിടാനും തോന്നുന്നില്ല, പക്ഷേ എനിക്ക് എൻ്റെ ജെൻഡർ ഐഡൻറ്റിറ്റിയിൽ എനിക്ക് ജീവിക്കുകയും വേണം. അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ മാറില്ല, നിങ്ങൾക്ക് മാറാൻ ഞാൻ സമയം തരാമെന്ന്. അങ്ങനെ 2 വർഷക്കാലത്തോളം ഞാൻ അവർക്ക് ആലോചിക്കാനുള്ള സമയം കൊടുത്തു. പിന്നെ എൻ്റെ അധ്യാപകർ, എൻ്റെ ഫ്രണ്ട്സ്, ഇവരെല്ലാവരും വീട്ടിൽ വന്നു സംസാരിച്ചു. ഇപ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വന്ന് കാര്യങ്ങൾ പറയുമ്പോൾ എന്തായാലും നമ്മുടെ പാരൻസ് അംഗീകരിക്കും. ഒരുപക്ഷെ എന്നെ പഠിപ്പിച്ച എല്ലാ അധ്യാപകർക്കും ഒരുപാട് നന്ദിയുണ്ട്. അത്രത്തോളം സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ കോളേജുകളിലാണെങ്കിൽ പോലും ജെൻഡർ ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്താണ് ക്യാമ്പസാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക്, നമ്മളെപ്പോലെ എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ചില സാഹചര്യങ്ങളിൽ നമ്മൾ അങ്ങനെ ഒരു വേർഡ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർക്ക് എന്താണ് വിദ്യാഭ്യാസ രംഗത്തേക്ക് മുന്നോട്ടേക്ക് വരാനാണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ജെൻഡർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്യാമ്പസും കാര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് അടിച്ച് പൊളിച്ച് പഠിച്ച് എല്ലാം മുന്നോട്ടേക്ക് പോവാം. ജോബാണെങ്കിലും എല്ലാ കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ട്രൈബൽ കമ്മ്യൂണിറ്റിയും ജെൻഡറും തമ്മിൽ എന്നെ അത്രത്തോളം ഇല്ലാതെ ആക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ഞാൻ ചാവാൻ വരെ നിന്നൊരാളാണ്. കയ്യിൽ വിഷം വാങ്ങി വെച്ചിട്ടുണ്ട്, പക്ഷെ എനിക്കത് തിന്നാൻ തോന്നുന്നില്ല. കാരണം ആ സമയത്തെല്ലാം എനിക്ക് എന്താണ് എൻ്റെ അനിയൻ്റെയും എൻ്റെ അമ്മയുടെയും ഫേസാണ് എൻ്റെ മുന്നിലേക്ക് വരണത്. അവർ ഒരുപക്ഷെ എന്നെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ആ സമയത്തൊക്കെ ഭയങ്കര ടെൻഷനാണല്ലോ, ഫുഡും കഴിക്കില്ല, ഒന്നും കഴിക്കില്ല. എൻ്റെ മാനസികാവസ്ഥ ആരും മനസ്സിലാക്കുന്നില്ല. ഇവർക്ക് ഇവരെ മാത്രം മതിയോ, അല്ലെങ്കിൽ ഇവനെ മാത്രം മതിയോ? ഞാൻ പറയാം, ഇവരെന്നിട്ട് എന്താണ് അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ എന്നെ കൊണ്ടുപോകുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചരട് കെട്ടുന്നുണ്ട്, വെളിച്ചപ്പാടിനെ കൊണ്ടുപോയിട്ട് എന്താണ് പണം ഒഴിഞ്ഞു വെക്കുന്നുണ്ട് ദൈവത്തിന്. നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഉത്തമന്മാർക്കും പണം ഒഴിഞ്ഞു വെക്കലും. നായ നോക്കി കണ്ടു അവനെ തിരിച്ച് വാതയായൻ്റെ വലുതൊക്കെ എന്തെങ്കിലും ആൻ്റോ എന്നുള്ളതെല്ലാം ഇങ്ങനെ വേർതിരിച്ച് കണ്ട് എന്താണ് ഇത് ബാധ കൂടിയത് തന്നെ എന്നുള്ളൊരു ഇതിലേക്ക് ഇവരെത്തിച്ചേരുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ്, നിങ്ങൾ എന്നെ കൊണ്ടുപോവേണ്ട സ്ഥലത്തേക്ക് എല്ലാം കൊണ്ടുപോയിക്കോ. നിങ്ങൾ എത്ര പറഞ്ഞാലും ആ ദൈവത്തിൻ്റെ അടുത്താണെങ്കിലും ഞാൻ അത് തന്നെ പറയുള്ളൂ. ഞാൻ ഇതിൽ തന്നെയാണ് ഞാനിനി ജീവിക്കാൻ പോണത് എന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, നീ എന്നെ ഞങ്ങളെ നാടൻ കെടുത്താൻ നിൽക്കണ്ട. പ്രത്യേകിച്ച് ഇത്രയും നന്നായിട്ട് പഠിക്കണ ഒരു കുട്ടി, ഇതുവരെയായിട്ട് ഒരു ചീത്തപ്പേരോ കാര്യങ്ങളോ ഒന്നും കേട്ടിട്ടില്ലല്ലോ നിന്നെക്കൊണ്ട്. നല്ലത് മാത്രമേ എല്ലാവരും പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ.
നാട്ടിൽ നല്ലൊരു കുട്ടിയാണ് ഞാൻ. കാരണം അധികം അലമ്പിനോ കാര്യങ്ങൾക്കൊന്നും ഞാൻ പോവാറില്ല. ഞാൻ നൈസായിട്ട് എന്താ നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കി അങ്ങനെ സ്വന്തം കാര്യം മാത്രമല്ല, ഒരു ഒതുങ്ങി നിൽക്കണ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഒരു പക്ഷെ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാനത് ചെയ്യും. ഒരു വർക്ക് തന്നു കഴിഞ്ഞാൽ ഞാനത് ചെയ്യും. അതൊക്കെ കൊണ്ടായിരിക്കാം എൻ്റെ നാട്ടിലുള്ള ആൾക്കാർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സമയത്തൊക്കെ. ഇവർ ഈ കമ്മിങ് ഔട്ട് ചെയ്തതിന് ശേഷം എല്ലാവർക്കും ഭയങ്കര ഷോക്കായി. എന്നിട്ട് കുറേ ആൾക്കാരെ തുറച്ച് നോക്കാൻ തുടങ്ങി. ഒരിക്കലും എൻ്റെ വീട്ടിലേക്ക് വരാത്ത ആൾക്കാർ വരെ അന്നാണ് ഞാൻ എൻ്റെ വീട്ടിൽ അത്രയും ആൾക്കാരെ കണ്ടത്. അല്ലെങ്കിൽ അധ്യാപന ജോലിയിലേക്ക് ഞാൻ ഫെസിലിറ്റേറ്ററായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കിനി ടെറ്റ് കിട്ടാനുണ്ട്. ടെറ്റും അതെ ഇനി ടെറ്റും കിട്ടി, എന്താണ് കുറച്ച് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ചേഞ്ച് ചെയ്ത് ടെറ്റും കിട്ടി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ടീച്ചിങ്ങിലേക്ക് കയറും. അത് വിട്ടിട്ട് വേറെ ഒരു കളിയും ഇല്ല. കാരണം അത്രത്തോളം അമ്മ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ടീച്ചിങ് പ്രാക്ടീസിന് ഒരു അധ്യാപക വിദ്യാർത്ഥികൾക്ക് അറിയാം ഒരു ടീച്ചിങ് ഇത് കൊണ്ടുപോകണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ എഴുത്തുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിലും കേരള സാഹിത്യ അക്കാദമിയിൽ കേൾക്കാത്ത ശബ്ദങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ എൻ്റെ ഒരു കവിതയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പണിച്ചി എന്നാണ് ആ കവിതയുടെ പേര്. അതിൽ മെയിനായിട്ടും ഞാൻ ജെൻഡർ എന്ന ഒരു വിഷയത്തെക്കുറിച്ച് തന്നെയാണ് ഞാൻ അതിൽ ട്രൈബൽ ഭാഷയിൽ ഞാൻ എഴുതിയിരിക്കണത്. പിന്നെ ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമും കാര്യങ്ങളും അങ്ങനെ ചെയ്തു പോകണം. മോഡലിംഗ് ആണെങ്കിൽ അതും ചെയ്തു പോകുന്നുണ്ട്. സാമ്പത്തികപരമായി എൻ്റെ കയ്യിലൊന്നുമില്ല. പക്ഷേ അത്യാവശ്യം സോഷ്യൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നമ്മുടെ കയ്യിലില്ലെങ്കിലും നമ്മളെ കൊണ്ട് എങ്ങനെയെല്ലാം ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നോ അതുപോലെ ഹെൽപ്പ് ചെയ്യുക. അതിലുപരിയായിട്ട് തന്നെ വയനാട് ജില്ലയിൽ ഞാൻ എൻ്റെ ജെൻഡർ ഐഡൻറ്റിറ്റി കമ്മിങ് ഔട്ട് ചെയ്തതിന് ശേഷം ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ നിന്നും, പണിയ കമ്മ്യൂണിറ്റി മാത്രമല്ല കാട്ടുനായക്ക വിഭാഗത്തിൽ നിന്നും കമ്മ്യൂണിറ്റിയിൽ നിന്നും മക്കൾ എന്താണ് ജെൻഡർ ഐഡൻറ്റിറ്റി കമ്മിങ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും വരും, ആൾക്കാർ വരും, അത് 100% ഉറപ്പാണ്. നമ്മളൊരു പാത വെട്ടി കൊടുത്തിട്ടുണ്ട്. ഇത് തെറ്റായ ജീവിതത്തിലേക്കല്ല നമ്മൾ പാത വെട്ടി കൊടുത്തിരിക്കണത്. നല്ലതിനെ നല്ലത് മാത്രമായിട്ട് അംഗീകരിക്കുക മനുഷ്യന്മാർ. ഒരാൾ ഒരു തെറ്റ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ആ വഴിക്ക് തന്നെ പോവില്ല. കറക്റ്റ് അല്ലേ? ഒരാൾ സെക്സ് വർക്കെന്ന് ചെയ്തെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും സെക്സ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഈ സെക്സ് എന്ന് പറയുന്നത് അത്ര മോശപ്പെട്ട കാര്യമൊന്നുമല്ല. സെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനുഷ്യ സഹജമാണ്. അത് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്ക് വികാരങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ സെക്സ് ചെയ്യുക തന്നെ ചെയ്യണമല്ലോ. ഒരു ജോലിയായിട്ട് തന്നെയാണല്ലോ സെക്സ് വർക്ക് എന്ന് പറയുന്ന മറ്റു പല പദങ്ങളും ഉപയോഗിച്ച് മുന്നേ പറഞ്ഞിരുന്ന ഒരു കാര്യത്തെ സെക്സ് വർക്ക് എന്ന് പറയുന്ന ഒരു സാധനം ഒരു ടൈമിലേക്ക് എത്തിക്കാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള വലിയൊരു സ്ട്രഗിൾ ഉണ്ട് അതിൻ്റെ പുറകിൽ. ഇപ്പോൾ നളിനി ചേച്ചിയുടെ പുസ്തകങ്ങളായാലും അങ്ങനെ കുറേ നമ്മുടെ ഒരു ട്രാൻസ്ജെൻഡർ എന്താണ് ഒരു ഹിജഡയുടെ ആത്മകഥ എന്ന് പറഞ്ഞിട്ട് ജെറി എഴുതിയിരിക്കുന്ന പുസ്തകവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ സ്ട്രഗിൾസ് ഉണ്ട്. ആ ട്രാൻസ് ആയിട്ടുള്ള ആളുകൾ സെക്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ട്രാൻസ് മാത്രമല്ല കേട്ടോ, ട്രാൻസ് മാത്രമല്ല സെക്സ് വർക്ക് ചെയ്യണത്, അല്ലാതെയും സെക്സ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ട്രാൻസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഉള്ള കാര്യം ഓപ്പണായിട്ട് മുഖത്ത് നോക്കി പറയും. അതിന് ഒരു നാണക്കേടോ മടിയോ ഒന്നുമില്ല. സ്വന്തം ശരീരം വിറ്റിട്ടാണ് ഞാൻ ജീവിക്കണതെന്ന് പറയണതിന് ഒരുപക്ഷെ ചിലവരെന്താണ് ചില സാഹചര്യങ്ങൾ നമ്മൾ അതിലേക്ക് കൊണ്ടെത്തിക്കണോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചിലതെന്താണ് ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതെ 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 ഈ ഒരു ട്രാൻസ്ജെൻഡർ ഒരു സ്വത്വം സ്വീകരിക്കുന്നതിന് മുന്നേ ഉള്ളതെന്താന്ന് പറയുന്ന ഒരു കൾച്ചർ ഉണ്ടല്ലോ കർണാടകയിലും ഒക്കെ ആയിട്ട്. ഒരു ട്രാൻസ് മദറിൻ്റെ കീഴിൽ എത്തിപ്പെടുന്ന ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാർ
കുറച്ചധികം നമ്മൾ ഈ ട്രെയിനിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണുന്ന ആളുകളുണ്ടല്ലോ, അവർ വളരെ കൃത്യമായിട്ട് നമ്മുടെ അടുത്ത് വരുന്നത് തന്നെടുത്തിട്ട് അവരുടെ ഹിജ്റ കൾച്ചറിൽ അങ്ങനെ ഒരു ഇതുണ്ട്. അതിനുള്ള സർജറിക്കൊക്കെ ആയിട്ടുള്ള പൈസ കണ്ടെത്തുന്നതും, പിന്നെ ഒരു കമ്മ്യൂണായിട്ടാണ് ജീവിക്കുന്നത്. ഇപ്പോൾ ദാസരവള്ളി എന്ന് പറയുന്ന സ്ഥലം കർണാടകയിൽ ഒരു കമ്മ്യൂൺ ആണ്. അപ്പോൾ അവിടെ ഒരു വീട്ടിലാണ് ഫുഡ് ഉണ്ടാക്കുന്നതും, ഒരാളൊരു സർജറി SRS സർജറിയാണ്. ആ സർജറി എന്ന് പറയുന്നത് ഒരു ബയോളജിക്കലി മെയിലായിട്ടുള്ള ഒരാളൊരു ഫീമെയിൽ ബോഡിയിലേക്ക് അങ്ങനെ പറയാമല്ലേ, അങ്ങനെ ചേഞ്ച് ആവുന്ന സമയത്ത് നടക്കുന്ന സർജറിയാണ് SRS എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുന്നേ ആ സർജറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പൈസ ആവശ്യമുള്ള ഒരു സർജറിയാണ്. അത് പലതും പാളിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മളങ്ങനെ വളരെ കൃത്യമായിട്ടും റെനെ മെഡ്സിറ്റിയിൽ നിന്ന് നമുക്കങ്ങനെ ഒരു സർജറി ഡോക്ടേഴ്സ് അതിനെക്കുറിച്ച് തറോ നോളജ് ഇല്ലാതെ ചെയ്തതിൻ്റെ പുറത്ത് അങ്ങനെ ഒരു സർജറി പാളിപ്പോയതിൻ്റെ പുറത്ത് നമുക്കൊരു സുഹൃത്തിനെ ഒരു 2 വർഷം മുന്നേ that person is actually committed suicide after a point. കാരണം അവർക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ഫിസിക്കലി ഒരു ജെനിറ്റൽ ഓർഗനെ അവർ നശിപ്പിച്ച് കളഞ്ഞു എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുണ്ട്. അപ്പം ഈ പൈസ പോലും നമ്മൾ കണ്ടെത്തുന്നത് ഇങ്ങനെ ആളുകളോട് പോയിട്ട് പൈസ ട്രെയിനിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ പൈസ കളക്ട് ചെയ്ത് ഒരുപാട് ദിവസങ്ങൾ അങ്ങനെ കളക്ട് ചെയ്ത് ഫൈനലി അങ്ങനെ ഒരു സർജറിയിലേക്ക് എത്തി, അങ്ങനെ ഒരു മെയിൽ ബോഡിയിൽ നിന്ന് ആ ട്രാപ്പിൽ നിന്ന് പുറത്ത് വരികയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ സെക്സ് എന്ന് പറയുന്നത് അത് തെറ്റായിട്ടുള്ള കാര്യമല്ല. ഇപ്പോൾ സെക്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും അയ്യേ എന്നാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. ഒരുപക്ഷെ സ്വന്തം അപ്പന്മാരാണെങ്കിലും അമ്മമാരാണെങ്കിലും മക്കൾക്ക് എന്താണ് പല കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. ഇനി അവർ വളർന്നു വരാനുള്ള ആൾക്കാരാണ്, അവർക്ക് നല്ലൊരു ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ആൾക്കാരാണ്, ഒരു ജീവിതം കണ്ടെത്തേണ്ട ആൾക്കാരാണ്. ഒരു ഗുഡ് ടച്ച് അല്ലെങ്കിൽ ബാഡ് ടച്ച് എന്താണെന്നുള്ളത് അത് കൃത്യമായിട്ട് സ്കൂളുകളിലാണെങ്കിലും അത് വീടുകളിൽ നിന്നാണെങ്കിലും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുന്ന സെക്സും അല്ലെങ്കിൽ നമ്മൾ ഫോഴ്സ് ചെയ്യണതും തമ്മിൽ രണ്ടും വ്യത്യാസമുണ്ട്. ഒന്ന് നമ്മൾ ഇഷ്ടത്തോടെയാണ് നമ്മൾ ചെയ്യണത്, രണ്ടാമത്തേത് നമ്മൾ ഫോഴ്സ് ചെയ്യിക്കുകയാണ്. ഇപ്പോൾ ഫോഴ്സ് ചെയ്യിക്കണതിന് അവിടെ എന്താണ്, ഒരു പക്ഷേ ആ ഫോഴ്സ് ചെയ്യിക്കുന്ന ആൾക്ക് ചിലപ്പോൾ ആനന്ദം കിട്ടിയിരിക്കും, പക്ഷെ മറ്റേ ആൾക്ക് നല്ല പെയിനായിരിക്കും. പക്ഷേ ഇത് രണ്ടു പേർക്കും ഓക്കെ ആയിട്ട് രണ്ട് പേരെന്താണ് ആ ഒരു ഇതിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഒരു കുഴപ്പമില്ല, എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ സെക്സ് എന്നൊക്കെ പറയുമ്പോൾ പൊതുവെ എല്ലാവരും അയ്യേ എന്ന് തന്നെയാണ് പറയാറ്. ഇപ്പോൾ ഞാനും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾ തന്നെയാണ്. ആ വേർഡ്സ് എനിക്ക് യൂസ് ചെയ്യാൻ തന്നെ ഭയങ്കര മടിയായിരുന്നു. നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നാട്ടിലൊന്നും ഇങ്ങനെ ആൾക്കാർ ഇതൊക്കെ ഇങ്ങനെ ഒളിഞ്ഞു മറിഞ്ഞാണ് പറയണത്. അധികം സൗണ്ടിലൊന്നും പറയാൻ പറ്റാത്തൊരു വേർഡായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ പാഠപുസ്തകങ്ങളിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അച്ഛൻ വിറക് വെട്ടുന്ന സ്ഥാനത്ത് അമ്മ വിറക് വെട്ടയും അച്ഛൻ അടുക്കളയിൽ പണിയെടുക്കുന്ന ചിത്രങ്ങളും അനിയന് പാവയും പിടിച്ച് നിൽക്കുന്ന ചിത്രങ്ങളും അനിയത്തി കുട്ടി ഫുട്ബോൾ കളിക്കുന്ന ചിത്രങ്ങളൊക്കെയാണ് പാഠപുസ്തകത്തിലുള്ളത്. അപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമാണ്. പാഠ്യപദ്ധതികളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ വരും. ഒരുപക്ഷെ നമ്മൾ ഇത്രത്തോളം പല കാര്യങ്ങളും നമ്മൾ പല പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ ഞങ്ങളെക്കാളും മുന്നേ കമ്മിങ് ഔട്ട് ചെയ്ത ആൾക്കാരുണ്ടാവും. ഈ നാട്ടിൽ നിന്ന് തന്നെ അടിച്ചോടിച്ച ആൾക്കാരുണ്ടാവും. എൻ്റെ ഈ സ്വന്തം നാട്ടിൽ തന്നെ ജീവിക്കേണ്ട ആൾക്കാർ പല ആൾക്കാരിപ്പോൾ എറണാകുളം ജില്ലയിലാണ് താമസിക്കണത്. അവരെല്ലാവരും ഇപ്പോൾ സർജറി എല്ലാം കഴിഞ്ഞു ഹാപ്പിയായിട്ട് ജീവിക്കുന്നുണ്ട്, നല്ല ജോലി ചെയ്യുന്നുണ്ട്, മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണ്, പിന്നെ ഡാൻസേഴ്സാണ്, പല പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ഫിലിം ആക്ടേഴ്സാണ്. അപ്പോൾ പല ഫീൽഡിലേക്കും നമ്മളെപ്പോലെയുള്ള ആൾക്കാരും കയറി വരുന്നുണ്ട്. ഇപ്പോൾ ഏതൊരു മേഖലയാണെങ്കിലും എന്താണ് നമുക്കും പല ഇടങ്ങളും ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ കുറേ മാറ്റങ്ങൾ ഇനിയും ഉണ്ടാവും. വയനാട് ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ പഞ്ചായത്തുകളിലെങ്കിലും പഞ്ചായത്ത് മെമ്പർമാരുടെ കാല് ഞാൻ വേണമെങ്കിൽ പിടിച്ച് പറയാം. ഒന്നില്ലെങ്കിൽ എല്ലാ വാർഡുകളിലും ജെൻഡറിനെ ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ക്ലാസ്സോ കാര്യങ്ങളോ കൊടുക്കാൻ നോക്കുക.
അല്ലെങ്കിൽ ഈ നാട്ടിൽ പോണ ആൾക്കാരും പഞ്ചായത്ത് പണിക്കാർക്കും നമ്മുടെ കുറിച്ചുള്ള സംസാരം മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരുപക്ഷെ ഞാൻ പഞ്ചായത്ത് പണിയിൽ അമ്മ പണിക്ക് പോകുന്ന സമയത്ത് എല്ലാവരും പറയുക, നിൻ്റെ കുട്ടി അങ്ങനെ ആയിട്ടുണ്ടല്ലേ, അവന് നാണല്ലേ, ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്ന്. ഞാൻ പറഞ്ഞ് ഞാൻ എൻ്റെ ഫോൺ എടുത്തിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരും, നിങ്ങളുടെ പണി സ്ഥലത്തേക്ക് ലൈവ് ഞാനിട്ട് ഞാൻ എല്ലാത്തിനെയും ഞാൻ നാണം കെടുത്തു പോകുന്നത്. അന്ന് മുതൽ പഞ്ചായത്ത് പണിയിലെ ആൾക്കാർ കമ എന്നുള്ളൊരു അക്ഷരം മിണ്ടുന്നില്ല. ഒരുപക്ഷെ ഇവർക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടായിരിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒന്നാമത് ഒരു നാട്ടിൻപുറം, ഇതുപോലുള്ള കാര്യങ്ങളൊന്നും അറിയേയില്ല, പറഞ്ഞു കഴിഞ്ഞാലും പെട്ടെന്ന് അത് അംഗീകരിക്കുകയില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ വന്നിട്ട് ഇതാണ് സംഭവം എന്ന് പറഞ്ഞാൽ നീ അവിടെ നിന്ന് എല്ലാവരും പറയുള്ളൂ. പല തെറികളും കാര്യങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്, അതൊന്നും എനിക്ക് പ്രശ്നമില്ല. ആ കേട്ട വാചകങ്ങളും തെറികളെല്ലാം ഞാൻ അങ്ങോട്ട് ഉൾക്കൊണ്ട് ഒരുപക്ഷെ ഇപ്പോൾ അതെല്ലാം അക്സെപ്റ്റ് ചെയ്ത് എനിക്ക് ഒരുപക്ഷെ ഞാൻ ഇതെല്ലാം കേട്ടിട്ട് ഞാൻ തളർന്നു പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ തന്നെ നിൽക്കത്തുള്ളൂ, ഞാൻ ഒരിക്കലും മുമ്പോട്ടേക്ക് വരില്ല. പക്ഷേ താങ്ങിനും തണലിനും ആയിട്ട് എന്താണ് ആദിശക്തി സമ്മർ സ്കൂള് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ വീട്ടുകാർ സപ്പോർട്ടാണ്, നല്ല സപ്പോർട്ടാണ്. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആൾക്കാർ കണ്ട് നോക്കി ചിരിച്ചു കഴിഞ്ഞാൽ അവരുടെ മുമ്പിലൊന്ന് സ്റ്റൈലാക്കി നടന്ന് കാണിച്ചു കൊടുക്കുന്ന എൻ്റെ അമ്മ പറയാറിപ്പോൾ. അപ്പോൾ അത്രത്തോളം ഞാൻ എൻ്റെ ഫാമിലീനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ ഇന്ന് വരെ കമ്മിങ് ഔട്ട് ചെയ്ത മക്കളെ എണ്ണം കണക്കൊന്നും ഞാൻ പറയുന്നില്ല, അത് സീക്രട്ടായിട്ട് വെച്ചിരിക്കുകയാണ്. അത് ഏത് കുട്ടികളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ ഞാൻ സീക്രട്ടായിട്ട് വെച്ചിരിക്കുകയാണ്. ഞാൻ കമ്മിങ് ഔട്ട് ചെയ്തതിന് ശേഷം ഒരുപാട് മക്കൾ വന്നിട്ടുണ്ട്. ഞാൻ അവരെ മീഡിയാസിന് മുമ്പിൽ പുറത്ത് കൊണ്ടുവരേണ്ട സമയത്ത് ഞാൻ എന്തായാലും കൊണ്ടുവരും. അവർക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങളെല്ലാവരും ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്, ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഫോം ചെയ്തിട്ടുണ്ട്. ആ മക്കളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കാണെങ്കിലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ ട്രാൻസ് ID കാർഡ് ആണെങ്കിലും എല്ലാം നമുക്ക് ഇപ്പോൾ ജെൻഡർ ഐഡൻറ്റിറ്റി കമ്മിങ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറേ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണം. അപ്പോൾ പല കാര്യങ്ങൾക്കും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനിയും മക്കൾ അങ്ങനെ വരട്ടെ. ഞങ്ങളെപ്പോലുള്ള ആൾക്കാരും ഈ സൊസൈറ്റിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായുള്ള റൈറ്റ്സ് ഉണ്ട്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന എല്ലാ അവകാശങ്ങളും നമുക്കും കൂടി അവകാശപ്പെട്ടതാണ്. സൊസൈറ്റീനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ എത്ര വേണമെങ്കിലും കളിയാക്കിക്കോളൂ. നിങ്ങൾ കളിയാക്കുന്നതിനനുസരിച്ചാണ് ഞാൻ കൂടുതൽ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കേണ്ടത്. താങ്ക് യു സോ മച്ച്. ഇപ്പം ഞങ്ങളുടെ ചാനൽ 13.8 എന്നുള്ളതാണ്. അപ്പം കുറച്ച് മുന്നേ നമ്മളൊരു വീഡിയോ റിലീസ് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ജെൻഡർ സമൂഹവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ്. കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് അത് തന്നെ ആ വീഡിയോകൾ തന്നെയാണ് പലപ്പോഴായിട്ട് റിലീസ് ചെയ്യുന്നത്. സഹയാത്രയായിട്ട് ചേർന്ന് തൃശ്ശൂരുള്ള പരിപാടി ഞങ്ങളാണ് ഷൂട്ട് ചെയ്ത് ഞങ്ങളെ ചാനലിൽ ഇടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ ഒപ്പമാണ് എന്നുള്ളതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. രണ്ടാമത്തെ കേസ്, ഈ ഞാനൊക്കെ പണ്ട് നമ്മളൊക്കെ ഇതേപോലെ കളിയാക്കിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു സമൂഹം. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അജ്ഞതയാണ് കാരണം, നമുക്കറിയില്ല എന്താണെന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മളിതൊരു ബോധവൽക്കരണവും വിദ്യാഭ്യാസ പ്രവർത്തനവും എന്നുള്ളതാണ്. അത് ഇപ്പം മാഡം പറഞ്ഞതുപോലെ ഇപ്പം ആ പഞ്ചായത്തിൽ അവരൊക്കെ കളിയാക്കണം എന്ന് പറഞ്ഞില്ലേ, കാര്യം അവർക്ക് അറിയില്ല എന്താണ് ഇത് സംഭവം എന്നുള്ളത്, അവർക്ക് അറിയുന്നില്ല എന്നുള്ളതാണ്. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുമില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കേസ്, മതങ്ങളാണ് ഇവിടെ. ഒരു മതവിശ്വാസിയാണെങ്കിൽ അവർ ട്രാൻസ്ജെൻഡർ സമൂഹത്തെ അംഗീകരിക്കില്ല, യഥാർത്ഥ മതവിശ്വാസിയാണെങ്കിൽ. അത് ഏത് വിഭാഗത്തിൽപ്പെട്ടതായിരുന്നല്ലോ. അപ്പോൾ പണ്ടറിയാം നമ്മൾ ശിഖണ്ഡി എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ മുസ്ലിം സമുദായത്തില, ക്രിസ്ത്യൻസ്, ഏത് സമുദായത്തിലായിരുന്നാലും അയാളൊരു യഥാർത്ഥ മതം പ്രാക്ടീസ് ചെയ്യുന്ന ആളാണെങ്കിൽ ട്രാൻസ്ജെൻഡർ സമൂഹത്തെ അവര് വേറൊരു രീതിയിലെ കാണത്തുള്ളൂ. അത് പച്ചയായ സത്യമാണ്. അപ്പോൾ അതിന് നമ്മൾ വേണ്ടത് എന്താണ്? നമ്മൾ ഇന്ത്യൻ ഭരണഘടന പറയുന്ന ആർട്ടിക്കിൾ 51H, അതായത് സയന്റിഫിക് ടെമ്പർ വളർത്തുക എന്നുള്ളതാണ്. സയന്റിഫിക് ടെമ്പർ അത് നമുക്ക് ഇന്നും നാളെയും കൊണ്ട് സാധിക്കുന്നതല്ല. ചാനൽ 13.8 പോലുള്ള പ്ലാറ്റ്ഫോമുകൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. സയന്റിഫിക്, ഇപ്പൊ ഇവിടെ എത്ര പേരാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഇതൊരു സയന്റിഫിക് സെമിനാറാണ്. ആൾക്കാർക്ക് നേരെ മറിച്ച് ഒരു ട്രാവൽ വ്ളോഗ് ചെയ്യുന്ന ഒരാളോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്ന ആളിനൊക്കെ ഇഷ്ടംപോലെ പ്രേക്ഷകരും അത് കാണാനും, അല്ലെങ്കിൽ ഇപ്പം ഇവിടെ ഒരു നയൻതാര വന്നാൽ ആൾക്കാർ ഇഷ്ടം പോലെ കാണും. ഇത് ആൾക്കാർക്ക് ഈ സയൻസ് പഠിക്കുന്ന അതൊക്കെ കുറച്ച് പാടാണ്, കുറച്ച് അന്വേഷിക്കുക, കുറച്ച് അത് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കേസാണ്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മതങ്ങളിൽ നിന്നും ഈ വിശ്വാസങ്ങളിൽ നിന്നും
പുറത്ത് വന്നാൽ മാത്രമേ ഒരു പരിധി വരെ, ഞാൻ പറഞ്ഞ ഇതില്ലാത്തവർക്കല്ല, എൻ്റെ ഒരു അഭിപ്രായത്തിൽ 75% പേരും ഇതിലാണ് ട്രാപ്പായി കിടക്കുന്നത്. കാര്യം അവരെ മതവിശ്വാസം അത് അനുവദിക്കുന്നില്ല. അതങ്ങനെയല്ല. ഇപ്പോഴും പലരും പറയുന്നത് ഇതൊരു അസുഖമാണെന്നാണ്. ഇത് മാറ്റിയെടുക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ പ്രേതബാധ, ഈ പറഞ്ഞ ഈ സംഭവങ്ങൾ, ഇതൊക്കെ വിശ്വാസമാണ്, അവരെ വിശ്വാസമാണ്, മതവിശ്വാസം. അത് നമ്മൾ ആദ്യം മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ഒരു യുക്തിവാദി ഒരു ട്രാൻസ്ജെൻഡർ സമൂഹത്തെ മാറ്റി നിർത്തില്ല. ഞാൻ ഉറപ്പിച്ചു പറയണം, ഒരു യുക്തിവാദിയും ഒരു ട്രാൻസ്ജെൻഡർ സമൂഹത്തെ മാറ്റി നിർത്തില്ല. പക്ഷെ ഒരു വിശ്വാസി അത് മാറ്റി നിർത്തും. ഞാനിത് അഭിമാനത്തോടെ പറയണത് നമ്മൾ അങ്ങനെയാണെന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനുള്ള അറിവുള്ളത് കൊണ്ടാണ്. നമ്മൾ എന്താണ് ട്രാൻസ്ജെൻഡർ, എന്താണ് ജെൻഡർ വേരിയേഷൻ, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മളിത് സംസാരിക്കുന്നത്. കഴിഞ്ഞ മാസം ഗവൺമെന്റ് ലോ കോളേജ് ട്രിവാൻഡ്രത്ത് ഒരു പരിപാടി നടന്നു. ട്രാൻസ്ജെൻഡർ വെൽബീയിങ്ങിനെ സംബന്ധിച്ചുള്ള ഒരു അത് ഞങ്ങളാണ് ഷൂട്ട് ചെയ്തത്. അതിന്റെ ലാസ്റ്റ് വീഡിയോ ഒന്ന് റിലീസ് ചെയ്തു. അതിൻ്റെ അകത്ത് ഞാൻ ആ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ആദ്യം കണ്ടത് ഒരു ഈശ്വര പ്രാർത്ഥനയോടുകൂടിയാണ് തുടങ്ങിയത്. അതൊരു ഈശ്വര പ്രാർത്ഥനയോടുകൂടിയാണ് ലോ കോളേജിലെ പരിപാടി തുടങ്ങിയത്. അതായത് ഒരു ഹിന്ദു ഭക്തിഗാനമാണെന്ന് തോന്നുന്നു പാടിയത്. എങ്ങനെയായിരിക്കും അവിടെ കിടന്ന് കുത്തിമറി എല്ലാം പറയുന്നതെല്ലാം പല കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാരെല്ലാം വരുന്നുണ്ട്, എല്ലാം സംസാരം. പക്ഷെ നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് ആദ്യം എന്താണ്? ആദ്യം ഒരു അന്ധവിശ്വാസം കൊടുത്തിട്ടാണ് പിന്നെ നമ്മൾ ഇതിനെ പറ്റിയിട്ട് പഠിപ്പിക്കാൻ നിൽക്കണം. അത് അവിടെയുള്ള ആൾക്കാരത് മാറാതെ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ്. അതായത് ഇത്രയും വിദ്യാഭ്യാസം ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരും ഇങ്ങനെ പോയാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോഴേ നമ്മൾ പ്യുവറായിട്ട് ഒരു സയന്റിഫിക് തോട്ട് അല്ലെങ്കിൽ സയന്റിഫിക് ടെമ്പർ വളർത്താതെ ഞാൻ പറഞ്ഞ ഇങ്ങനെയുള്ളൊരു ജെൻഡർ വേരിയേഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നിലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ആയിരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ സയന്റിഫിക് ടെമ്പർ വളർത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ആവശ്യം എന്നാണ്. നിങ്ങൾ രണ്ടുപേരെയും ഒരു അഭിപ്രായം, നീതുവിൻ്റെയും പ്രകൃതിയുടെയും കൂടി അഭിപ്രായം എല്ലാം അറിയാം. ഇതിൽ ഹിന്ദു മതങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിന് ഉദാഹരണമാണ് ഈ ശിഖണ്ഡി, അർദ്ധനാരീശ്വരൻ പോലെയുള്ള അവതാരങ്ങളെല്ലാം. അപ്പോൾ നമ്മളെപ്പോലെയുള്ള ആൾക്കാരെ ഈ കർണാടകയിലൊക്കെ പോയി കഴിഞ്ഞാൽ ദൈവങ്ങളൊക്കെ ആയിട്ടാണ് എല്ലാവരും കാണുന്നത്. നമ്മളൊന്ന് തലയിൽ തൊട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കയ്യിൽ 1 രൂപയെങ്കിലും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് തന്നെ എറണാകുളത്ത് ഞാൻ സബ് ജില്ലാ കലോത്സവത്തിന് പോയി തിരിച്ച് വരണ ആ സമയത്ത് ഞാൻ നാട്ടിലേക്ക് ഇവിടെ എത്തിയത് പുലർച്ചെ 5 മണിയായി. ഞാൻ വിളിച്ച ഓട്ടോക്കാരന് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെട്ട ഒരാളാണ്. പുള്ളിക്കാരൻ്റെ പേര് കൃത്യമായിട്ട് ഞാൻ ഓർക്കണില്ല. പുള്ളിക്കാരന് നല്ല സംസാരമായിരുന്നു. എൻ്റെ സംസാരിച്ച് എന്നെ പോലെ പല കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി അറിയുകയും എല്ലാം ചെയ്തു. നേരെ എൻ്റെ വീട്ടുമുറ്റത്ത് തന്നെ കൊണ്ടുപോയി എന്നെ ഇറക്കി തരുകയും ചെയ്ത്. എന്നിട്ട് ഇറങ്ങാൻ നേരത്ത് ഞങ്ങളുടെ വീടിൻ്റെ അവിടേക്ക് എന്താണ് ബത്തേരിയിൽ നിന്നും പൈസ കൊടുക്കണമെങ്കിൽ എത്ര, ഒരു 300 രൂപയെങ്കിലും കൊടുക്കണം. ആ 301 രൂപയും കൂടി എനിക്ക് എക്സ്ട്രാ തരുമോയെന്ന്. ഞാൻ പറഞ്ഞ 1 രൂപ എന്തിനാ തനിക്കെന്ന് ഞാൻ ചോദിച്ചപ്പോൾ, അത് നീ മനസ്സറിഞ്ഞ് എനിക്ക് തന്നാൽ മതി, നിൻ്റെ അനുഗ്രഹം എനിക്ക് ഉണ്ടാവണമെന്ന്. അപ്പം ഞാൻ മനസ്സിൽ ചിന്തിച്ചത്, ഞാൻ വല്ല ദൈവമാണോ എന്ന്. കാരണം ചിലപ്പോൾ ഒരുപക്ഷെ അതൊക്കെ പിടിച്ച് നിൽക്കാനുള്ളൊരു കച്ചിത്തുരുമ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ ഇതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ആൾക്കാർ ഒരു ഭാഗത്തുള്ളത് കൊണ്ടായിരിക്കാം ആ ഒരു കച്ചിത്തുരുമ്പിൽ തന്നെ ആൾക്കാരെ പിടിച്ച് നിൽക്കണത്. അത് ചിലപ്പോൾ ഒരുപക്ഷെ അവരുടെ ജീവിക്കാനുള്ളൊരു, അറിയാലോ, അത് ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാവുക എന്നുള്ളൊരു പേടിയാണ്. ഒന്നാമത് മതങ്ങളെ എന്തെങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ വരെ തീ വെക്കാൻ മടിക്കാത്ത ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ എല്ലാം നമ്മൾ വലിച്ചു കീറി കഴിഞ്ഞാൽ എന്നെയും കൊല്ലും, എൻ്റെ വീട്ടുകാരെയും കൊല്ലും. ചേച്ചിക്ക് ഇതിനെ പറ്റി എന്താ പറയാനുള്ളത്? നമ്മുടെ ഈ മതങ്ങളാണെങ്കിൽ തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ മതങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കൾച്ചറുണ്ട്. അതിനകത്ത് എന്ത് പാടില്ല, എന്താവരുത് എന്നാണ് പറയുന്നത്. അത് നല്ലതിനെ ഒന്നും അപ്രീഷിയേറ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ പാടില്ല എന്ന് മാത്രമേ അതെപ്പോഴും നമ്മളോട് പറയാറുള്ളൂ അല്ലേ. അപ്പം എന്ത് പാടുണ്ടെന്ന് നമ്മളെ പഠിപ്പിക്കാത്തൊരു സാധനമാണ് എല്ലാ മതങ്ങളും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വളരെ ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു പ്രകൃതിയുടെയും നീതുവിൻ്റെയും.
സംസാരങ്ങൾ. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ മാത്രമേ ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ ബഹുമാനിക്കാത്ത ഒരു സംസ്ഥാനമുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ അത് വിശ്വാസത്തിൻ്റെ പേരിൽ ആണെങ്കിലും ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ ഉപദ്രവിക്കാത്ത ഒരു അവസ്ഥയുണ്ട്. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാൻസ്ജെൻഡേഴ്സ് ഇപ്പോൾ ഒരു സ്ഥാപനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കടയിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കാശ് അങ്ങോട്ട് കൊടുക്കുകയാണ്. അത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് ഈ ബിസിനസ്സുകാരന് അഭിവൃദ്ധി ഉണ്ടാവും എന്നുള്ളൊരു ധാരണ, അതൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ്. ഈ സമൂഹം അംഗീകരിക്കാത്തതിനപ്പുറം ഈ ട്രാൻസ്ജെൻഡേഴ്സിന് സ്വമേധയായിട്ടുള്ള ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അപകർഷതാബോധമാണ് ഈ സമൂഹത്തിനോട് മിങ്കിളാവാനുള്ള ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അവർ ഏർപ്പെടുന്ന തൊഴിലുകൾ, അവർ ഏർപ്പെടുന്ന മേഖലകളിലൊക്കെ വളരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒന്നില്ലെങ്കിൽ ഈ ഡാൻസ് ടീച്ചേഴ്സ്, ഇല്ലെങ്കിൽ സെക്സ് വർക്കേഴ്സ്, ഇല്ലെങ്കിൽ ഭിക്ഷ യാചിക്കുന്നവർ, അത്തരം കുറഞ്ഞ മേഖലകളിൽ മാത്രം ട്രാൻസ്ജെൻഡേഴ്സ് തളച്ചിടുന്ന ഒരു സ്ഥിതിയുണ്ട്. പൊതുവിൽ എല്ലാവരും എന്നല്ല, പൊതുവിൽ അങ്ങനെ ഒരു കാരണങ്ങളുണ്ട്. അതിനൊക്കെ മറികടന്നുകൊണ്ട് പൊതുസമൂഹം പോകുന്ന എല്ലാ മേഖലകളിലേക്കും വ്യാപരിക്കാൻ ട്രാൻസ്ജെൻഡേഴ്സിന് കഴിയണം. ഈ സാറ് പറഞ്ഞ വളരെ ശരിയാണ്. ഏറ്റവും കൂടുതൽ ഇവരെ ഉപദ്രവിക്കുന്നതും ഇവരെ പുറകോട്ടടിപ്പിക്കുന്നതും മതവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. ശരിക്കും യുക്തിവാദികൾ ആണ് ഇവരെ പ്രൊമോട്ട് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരുന്നത്. പുതിയ കാലഘട്ടത്തിലെ ഒരു നല്ല കാഴ്ചയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. താങ്ക് യു. പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ വളരെ റീസെൻ്റ്ലി ആണ് ഈ പറയുന്ന ഓപ്പർച്യൂണിറ്റീസ്, അതായത് ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രാൻസ്സെക്ഷൽ ആയിട്ടുള്ള ഒരാളെ നൃത്തം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ വിടാൻ സമ്മതിക്കുന്ന പേരൻസ് നമ്മുടെ ഇടയിൽ ഉണ്ടായി തുടങ്ങിയിട്ട് ഇപ്പോഴും വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. കുട്ടികളെ അവരുടെ അടുത്തേക്ക് ഒരു നൃത്തം പഠിപ്പിക്കാൻ പറഞ്ഞയക്കാൻ സന്നദ്ധരാകുന്ന ആളുകൾ. പിന്നെ നമ്മളുടെ എനിക്ക് സിനിമ ഫീൽഡ് ഉണ്ടല്ലോ, അതിനകത്ത് ഇപ്പോൾ നമ്മുടെ രഞ്ജു ചേച്ചി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ബ്രില്യൻസ് കൊണ്ട്, അവരുടെ കഴിവ് കൊണ്ട് അവർ വൺ ഓഫ് ദ ബെസ്റ്റ് 9 മേക്കപ്പ് ആർട്ടിസ്റ്റുകളിൽ ആ ഒരു ഇത് ഓർമ്മയാണ്. അതിൽ ഏറ്റവും ബെസ്റ്റാണ് അവർ എന്നുള്ളത് കൊണ്ടും അവർ ഭയങ്കര ഡൗൺ ടു എർത്തായിട്ട് ആളുകളോട് നിൽക്കുന്നു എന്ന് പറയുന്ന ആ സർക്കിളിൽ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയുടെയും പുറത്താണ് നമ്മളെ അനന്യ അടക്കം പല ആളുകൾക്കും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഫിലിം ഫീൽഡിലേക്ക് കിട്ടുന്നത്. അപ്പം നമ്മൾ പൊതുവെ ട്രാൻസ്ജെൻഡർ സമൂഹത്തിൽപ്പെട്ട ആളുകൾ അതിലേക്ക് സ്വയമേവ ഒതുങ്ങുന്നതല്ല, ആ ഒരു ഇതിലേക്ക് ഒതുക്കപ്പെട്ടു പോകുന്നതാണെന്നാണ് എനിക്ക് അതിലൊരു അഭിപ്രായം പറയാനുള്ളത്. അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, ഈ ജോബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നല്ല വീഴ്ചയുണ്ട്. അത് ഓപ്പണായിട്ട് തന്നെ പറയണതിൽ എനിക്കൊരു കാര്യങ്ങളില്ല. ഞാൻ പച്ചയ്ക്ക് പറഞ്ഞ ആളാണ്. കാരണം എത്ര കാലം എന്ന് വിചാരിച്ചിട്ട് എനിക്കിപ്പോൾ വേണമെങ്കിലും എൻ്റർ ടീച്ചർ പോസ്റ്റിങ്ങിലേക്ക് എനിക്ക് കയറാം. ട്രൈബൽ അടിയ പണിയ കാട്ടുനായക ഊരാളി വിഭാഗത്തിലെ ആൾക്കാർക്ക് മെൻറ്റർ ടീച്ചർ പോസ്റ്റിംഗ് എന്നുള്ളൊരു പോസ്റ്റ് ഉണ്ട് വയനാട് ജില്ലയിൽ. എനിക്ക് കയറാം. പക്ഷേ ഇവർ ആ ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കണ്ടേ, സർക്കുലർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കൈതട്ടി വന്നതാണെന്നൊക്കെയാണ് പറയണത്. അപ്പോൾ അടുത്ത വർഷം എന്താണ് കൈതട്ടാതെ വരുമെന്നൊരു പ്രതീക്ഷയുണ്ട്. ഒരു പക്ഷേ നമ്മളത് പ്രോജക്ടർ ഓഫീസറാണ് പറഞ്ഞ ന്യായമാണത്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ഇനി പല സർട്ടിഫിക്കറ്റുകളും ചേഞ്ച് ആക്കാനുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങനെ പച്ചയ്ക്ക് പറഞ്ഞാൽ ശരിയാവില്ല. പക്ഷെ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കട്ടോ, അത് വേറെ കാര്യം. അതുകൊണ്ടാണ് മാവോയിസ്റ്റ് എന്ന് എനിക്ക് പേര് കിട്ടിയത്. ഉള്ള കാര്യങ്ങൾ നമ്മൾ ഓപ്പണായിട്ട് പറയണതിന് നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യങ്ങളില്ല. ഞാനിങ്ങനെ ഇപ്പോൾ ജോലിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് സപ്പോർട്ടും ഉണ്ട്, അതുപോലെ തന്നെ സപ്പോർട്ടും അല്ല.
ആ ഒരു രീതിയാണ് പോണത്. ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മളുടെ ഒരു ട്രാൻസ് സുഹൃത്തുണ്ട്, പൈലറ്റാണ്, ആദത്തിന് ശരിക്കും പറഞ്ഞാൽ പൈലറ്റ് ലൈസൻസ് ഉണ്ട്. പക്ഷേ നമ്മളുടെ ഗവൺമെൻറ് ഭാഗത്തു നിന്നുള്ള പേപ്പറുകൾ, ആ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള പേപ്പറുകൾ ശരിയാവാത്തത് കൊണ്ട് മാത്രം ആ വ്യക്തിക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നൊരു അവസ്ഥ. ഒരു മനുഷ്യൻ്റെ അംബീഷനാണ് ലൈഫിൽ ഈ ഒരു അവസ്ഥ. എനിക്കിഷ്ടം പൈലറ്റ് ആവാനാണെന്ന് ആ ചെറിയ പ്രായത്തിൽ മുതൽ ആഗ്രഹിച്ചിട്ട് അങ്ങനെ ഈ സ്ട്രഗിളിൻ്റെ ഒക്കെ പുറമെ ഈ പറയുന്ന ജെൻഡർ ക്രൈസിസും കാര്യങ്ങളൊക്കെ പുറമെ അതിലൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ട് തന്നെ അയാളുടെ ഒരു ഇഷ്ടപ്പെട്ടൊരു ഇതിലേക്ക് എത്തിച്ചേർന്നിട്ട് നമ്മളുടെ ഗവൺമെൻറ് ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം പ്രോപ്പർ അല്ലാത്തതുകൊണ്ട് അയാൾക്കത് ഫ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ട് പുറത്ത് എവിടെയോ പോയിരുന്നില്ലേ, എവിടെയോ പുറത്ത് ഏതോ ഒരു കൺട്രിയിൽ പോയി, അവിടുന്ന് ആ ലൈസൻസ് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അപ്പോഴും എന്താവശ്യമുണ്ട്, നമ്മുടെ ഗവൺമെൻറ് ഭാഗത്തു നിന്നൊരു പേപ്പർ ആവശ്യമുണ്ട്, അത് ആൾക്ക് കിട്ടുന്നില്ല. അതാണ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളിൽ ഒന്ന്. പിന്നെ അതുമല്ല, കേരളത്തിൽ ട്രാൻസ്ജെൻഡർ പോളിസി ആക്ട് കൊണ്ടുവന്നത് നമ്മുടെ ഫസ്റ്റായിട്ട് കൊണ്ടുവന്നത് എന്താണ്, നമ്മുടെ ഇവിടെ തന്നെയാണല്ലേ, 2019 കേരളത്തിൽ ട്രാൻസ്ജെൻഡർ പോളിസി ആക്ട് നമുക്ക് പലതും അജണ്ടകളാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ വലിയൊരു വിഭാഗം ആളുകൾ, ഇപ്പം ബാംഗ്ലൂർ ആണെങ്കിലും നമ്മൾ പോയാൽ കാണാം ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ മെജോറിറ്റി മലയാളീസാണ്. അപ്പം ഇവർക്ക് എല്ലാവർക്കും ഒരു സമയത്ത് എന്ത് ചെയ്തു, ഗവൺമെൻറ് ID കാർഡ്സ് കൊടുത്തു. അതായത് ഇപ്പം എൻ്റെ പേര് ഇതാണ്, ഒരു ഫീമെയിൽ പേരാണ്, പക്ഷേ എൻ്റെ പേരിൽ ഞാനൊരു ട്രാൻസ് പേഴ്സൺ ആണ്, ഞാൻ ഫീമെയിൽ ടു മെയിൽ ആയിട്ടുള്ളൊരു ട്രാൻസ് പേഴ്സൺ ആണ്, എൻ്റെ പേരിൽ ഇലക്ഷൻ ID കാർഡ് വേണം, അല്ലെങ്കിൽ എനിക്കൊരു ID കാർഡ് വേണം എന്ന് പറയുന്ന സമയത്ത് അപ്പോൾ ഭരിച്ചിരുന്ന മിനിസ്ട്രി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ID കാർഡ് കൊടുത്തു. എന്തിനു വേണ്ടിയിട്ടാണ്, വോട്ട് ബാങ്ക് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചു, പിന്നെ ഇലക്ഷൻ വരികയാണ്. അപ്പോൾ ആ സമയത്ത് ഇത് കൊടുക്കാൻ സന്നദ്ധരായിട്ടുള്ള ഏത് പാർട്ടിയാണോ ഭരിക്കുന്നത് ആ പാർട്ടിക്ക്, ഞാൻ അങ്ങനെ പറയുന്നല്ല കേട്ടോ, ഒരു രാഷ്ട്രീയം അങ്ങനെ പറയുന്നല്ല, പക്ഷേ ആ ഒരു സമയത്തേക്ക് വേണ്ടി മാത്രം ഇങ്ങനെ പെട്ടെന്ന് ഒരു സംഭവം ഉണ്ടാവുകയും അവർക്ക് ID കാർഡ് കൊടുക്കുകയും ചെയ്തപ്പം ഒബിയസ്ലി അത് എങ്ങോട്ട് പോകും, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പക്ഷെ അതിന് ശേഷമുള്ള പല കാര്യങ്ങളിലും ഈ ബില്ല് പാസ്സാക്കിയതിന് ശേഷം നമ്മുടെ മെട്രോയിൽ ജോലിക്കെടുത്ത ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അവർക്ക് കൃത്യമായിട്ടും ഇപ്പോൾ നിലവിൽ ജോലി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. കാരണം കൊച്ചി മെട്രോ വന്ന സമയത്ത് മെട്രോയിൽ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആൾക്കാർക്ക് ജോബ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ ഭരിച്ചിരുന്ന ആളുകൾ ഭയങ്കര കൃത്യമായിട്ട് ഇത് പറയുകയൊക്കെ ചെയ്തു. പക്ഷേ അവർക്ക് യൂറിൻ പാസ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി അവിടെ ഉണ്ടാക്കി കൊടുക്കാതെ ഇവർക്ക് ജോലി കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ അങ്ങനത്തെ പല പല പ്രശ്നങ്ങൾ. പിന്നെ നമുക്കിപ്പോൾ തന്നെ അറിയാം, ഡെയിലി വേജസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഈ ഭയങ്കര കൃത്യമായിട്ട് ആദിവാസി കമ്മ്യൂണിറ്റി ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം അവർക്ക് കൊടുക്കുന്നൊരു ഡെയിലി വേജസിൻ്റെ ഒരു റേഷ്യോവും ബാക്കിയുള്ള കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്നൊരു റേഷ്യോ അറിയാം. ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആൾക്കാർ കൊച്ചി മെട്രോയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ പോലും അവർക്ക് കിട്ടുന്ന സാലറി ഇപ്പോൾ ഇവിടെ നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു വേജ് റേഷ്യോ ഉണ്ടല്ലോ, അതിനൊപ്പം നിൽക്കുന്ന ഒരു റേഷ്യോ. എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നൊരു സാധനം വരുന്നത്? അത് മെട്രോ പോലെയുള്ളൊരു സ്ഥലത്തെന്ന് പറയുന്നതുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ നിരന്തരം ഇതിനോട് തന്നെയാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, സഹയാത്രിക എന്ന് പറയുന്ന ഓർഗനൈസേഷൻ്റെ കാര്യം പറഞ്ഞില്ലേ. സഹയാത്രികർ 1995 നടത്തിയ ഒരു ഫാക്ട് ഫൈൻഡിങ് സ്റ്റഡി ഉണ്ട്. അതൊരു സൂയിസൈഡ് കേസായിരുന്നു. അത് ഇടുക്കിയിൽ ഉള്ളൊരു രാജഗിരി ആ ഭാഗത്തുള്ള ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയിലുള്ളൊരു കപ്പിള്, അതായത് കപ്പിളാണെന്ന് അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല, ദേ ആർ ഇൻ ലവ് വിത്ത് ഈച്ച് അതർ. 2 പെൺകുട്ടികളാണ്. അവർ കാട്ടിലേക്ക് പോയി, കാട്ടിൽ വെച്ചിട്ട് അവർ സൂയിസൈഡ് ചെയ്തു. അപ്പം ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് രേഷ്മ ഭരദ്വാജും മായ സുബ്രഹ്മണ്യമൊക്കെ കൂടി നടത്തിയിട്ടുള്ള ഒരു ഫാക്ട് ഫൈൻഡിങ് ഒരു റിപ്പോർട്ടുണ്ട് സഹയാത്രികളിലിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഇവർ അന്വേഷിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇതൊക്കെയാണ് ഇവിടെ പ്രശ്നങ്ങൾ വരുന്നത്. നിങ്ങൾ എന്തിനാണ് ഇത് അന്വേഷിച്ചു വന്നത്? അവർ ആദിവാസി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളല്ലേ. അവർക്ക് ആദിവാസി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളാണെങ്കിൽ എന്താ, നമുക്ക് ജെൻഡറോ സെക്ഷുവാലിറ്റിയോ കാര്യങ്ങളൊന്നും ഇല്ലാത്തവരൊന്നും അല്ലല്ലോ. പിന്നെ ഇതൊന്നും പോരാത്തതിന് ഇതൊന്നും പോരാഞ്ഞിട്ടാണോ പിന്നെ ഇങ്ങനൊരു ഒരു ഓറിയൻറ്റേഷനെ കുറിച്ചിട്ടാണ്, ഒരു സെക്ഷുവാലിറ്റിയെ കുറിച്ചിട്ട് ചോദിക്കുന്ന ഭയങ്കര
ഏറ്റവും നീചമായിട്ടുള്ളൊരു ചോദ്യമാണ്. അതായത് ഓൾറെഡി എന്താണ് ആദിവാസി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാൾ, പിന്നെ നിങ്ങൾക്ക് ഒരു സ്വവർഗ അനുരാഗം കീപ്പ് ചെയ്യാൻ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് എന്ത് റൈറ്റാണുള്ളതെന്ന് തിരിച്ചു ചോദിക്കുന്നൊരു ചോദ്യമില്ലേ? അത് ചോദിക്കുന്നത് അവരോടല്ല, അവർ മരിച്ചു, അവർ അനുഭവിച്ചുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് അവർ ദി കമ്മിറ്റഡ് സൂയിസൈഡ്. ബട്ട് പിന്നെ ഈ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പോയിട്ട് ഈ ഫാക്ട് ഫൈൻഡിങ്ങിന് പോയ ആൾക്കാരോട് തിരിച്ചു ചോദിക്കുന്നൊരു ചോദ്യമാണ്. അതിപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് 1995 നടന്നൊരു സൂയിസൈഡിനെ കുറിച്ചുള്ള ചോദ്യം ഇപ്പോഴും വളരെ കൃത്യമായിട്ട് ചോദിക്കപ്പെടുന്നു എന്നുള്ളിടത്താണ് എന്താ പറയുന്നത്, നമ്മൾ എത്രത്തോളം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എത്രത്തോളം വളർന്നിട്ടുണ്ട്. നമുക്ക് പറയാം, പോലീസുകാരുടെ കാര്യമാണെങ്കിൽ ദേ ഷുഡ് ഹാവ് എ സിസ്റ്റം, ലൈക്ക് അവർ പഠിപ്പിക്കുമ്പോൾ പോലീസിനെ നമ്മുടെ പൈസ കൊടുത്തിട്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഇതാക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർ എത്രത്തോളം ഈ ജെൻഡറോ സെക്ഷുവാലിറ്റിയോ അല്ലെങ്കിൽ ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാരെക്കുറിച്ച് അവരെത്രത്തോളം അവെയറാണ്, എങ്ങനെയാണ് രാത്രികാലങ്ങളിൽ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരാളെ ടൗണിൽ കാണുമ്പം പോലീസുകാരവരെങ്ങനെയാണ് അവരോട് ബിഹേവ് ചെയ്യുന്നത് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഡോക്ടേഴ്സ്, നമ്മൾ ട്രാൻസ് ആയിട്ടുള്ള ഒരാൾ ഡോക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവരെങ്ങനെയാണ്, നമ്മുടെ കൂടെ നിന്നുള്ളവരാണ്. റിനെ മെഡ്സിറ്റി ആക്ച്വലി they have done ഒരു പരീക്ഷണം, ഒരു നമ്മൾ മെഡിസിൻ കണ്ടുപിടിച്ചിട്ട് ഒരു എലിയിൽ പരീക്ഷിക്കുന്നു എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു പന്നിയിൽ പരീക്ഷിക്കുന്നു എന്ന് പറയുന്നത് പോലെ ചെയ്ത ഒരു ഭയങ്കര നീചമായിട്ടുള്ളൊരു ഇതിൻ്റെ വിക്ടിമായിരുന്നു അനന്യ അലക്സ് എന്ന് പറയുന്ന നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ്. പുള്ളിക്കാരി ഞാൻ ചെയ്തൊരു മ്യൂസിക് വീഡിയോൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നു. നമ്മൾ ഒരുമിച്ച് കനിയ വെച്ച് ചെയ്തിട്ടുള്ളൊരു മ്യൂസിക് വീഡിയോൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ്. നമുക്ക് പേഴ്സണലി ഭയങ്കര അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാനാണ്, ആരോടാണ് ചോദിക്കേണ്ടത്? പക്ഷെ ചോദിക്കുമ്പം എന്താ പറയുന്നത്, ഇവരുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നം കൊണ്ടാണ്, നിങ്ങളെ ക്ലെൻലിനെസ്സിൻ്റെ പ്രശ്നം കൊണ്ടാണ്, നമ്മുടെ ഭാഗത്തു നിന്നുള്ളതല്ല. റീസെൻ്റ്ലി നമ്മുടെ വേറൊരു സുഹൃത്ത്, ഒരു ഫീമെയിൽ ടു മെയിൽ ഒരു സുഹൃത്ത് സൂസൈഡ് ചെയ്തു. സെയിം ഇഷ്യൂ ആയിരുന്നു. ആള് നമ്മളുടെ കൂടെയുള്ള വീണ്ടും റിനെ, എഗൈൻ ബാക്ക് ടു റിനെ, ഒരു ഫീമെയിൽ ടു മെയിൽ ഒരു സർജറി നടന്ന സമയത്ത് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല. കാരണം എഴുന്നേറ്റ് നടക്കുന്ന സമയത്ത് മൂത്രം പോവാണ്. അപ്പോൾ അതിങ്ങനെ അഡൾട്ട് പാമ്പേഴ്സ് വെച്ചിട്ട് ഇത് ചെയ്യാൻ ശ്രമിക്കുന്നു, പക്ഷെ നടക്കുന്നില്ല. പ്രവീൺ, അത് ഭയങ്കര കൃത്യമായിട്ടുള്ള ഒരു ഇതാണ്. എന്തിനാണ് ആളുകളെ ഇങ്ങനെ ഇത് ചെയ്യുന്നതെന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. പേടിയുണ്ട് അല്ലേ? പലർക്കും പേടിയാണ്. ഇപ്പം നമുക്ക് പൈസ ഉണ്ടാവാം, ഇത്രയും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സെക്സ് വർക്ക് ചെയ്തിട്ടും എന്താ ചെയ്തിട്ടും ഒക്കെ ഉണ്ടാക്കുന്ന പൈസയാണെങ്കിൽ പോലും അത് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മൾ ആരെ ട്രസ്റ്റ് ചെയ്യണം, എവിടെ പോയിട്ട് ഇത് ചെയ്യണമെന്ന് പറയുന്നൊരു വല്ലാത്ത പേടിയിലാണ് കമ്മ്യൂണിറ്റിയിലുള്ള മുഴുവൻ ആളുകളും ജീവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ? അങ്ങനൊരു ഭയം ഉണ്ട്. ഇപ്പം ഉണ്ട്. പറയുകയാണെങ്കിൽ ഒന്നും അറിയാത്ത ആൾക്കാരുടെ അടുത്ത് നമ്മുടെ ശരീരം കൊണ്ട് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർക്ക് ചിലപ്പോൾ പൈസ കിട്ടിയാൽ മതി, നമ്മളിനിയും ജീവിക്കാനുള്ളതാണ്. ഇവർക്ക് തോന്നിയ പോലെ കീറി മുറിക്കാനല്ല എൻ്റെ ശരീരം ഉള്ളത്. ഇവിടെ എന്തായാലും നടക്കില്ല. ഞാൻ എന്തായാലും ഇവിടെ നടത്താൻ ഉദ്ദേശിക്കണില്ല. അത് പുറത്തു നിന്നായിരിക്കും. അത് പറയണ്ടെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ പറയേണ്ടി വന്നു. ഇതാണ് ഞാനും ഇത് പറയാനുണ്ടായ ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങനെയാണ് ഇപ്പം പറഞ്ഞില്ലേ, ഡോക്ടേഴ്സിന് അവയർനെസ് ഇല്ല. ഡോക്ടേഴ്സ് ആണല്ലോ നമുക്ക് നമ്മൾ ഓടിച്ചെല്ലാൻ പറ്റുന്ന ഒന്ന് പോലീസ് സ്റ്റേഷൻ, ഒന്ന് ഡോക്ടേഴ്സ്, വക്കീലുമാർ, അല്ലെ? അങ്ങനെയുള്ള അവസ്ഥകളിൽ നമ്മൾ ചെല്ലുന്ന പല സമയത്തും നമുക്ക് തിരിച്ചു കിട്ടുന്ന അതിൻ്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോഴും പേടി കൂടാതെ വീണ്ടും ആ പേടി എന്നുള്ളൊരു സാധനത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് പേടി കൂടാതെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നൊരു നമ്മുടെ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ലൈഫ് സേവിങ് ഇതിൽ നിൽക്കുന്ന ആളുകൾ പോലും നമ്മുടെ കൂടെ ഇല്ല എന്ന് പറയുന്നൊരവസ്ഥ. അവരും ട്രീറ്റ് ചെയ്യുന്നത് ഒരു പരീക്ഷണ വസ്തുവായിട്ട് ട്രീറ്റ് ചെയ്യുന്നൊരവസ്ഥ പോലും നമ്മളിപ്പോൾ നിൽക്കുന്നൊരു ഇതിലുണ്ട്, വ്യക്തമായിട്ടും ഉണ്ട്. പിന്നെ അതുമാത്രമല്ല, ഈ ട്രാൻസ്ജെൻഡേഴ്സ് ഡാൻസ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ മോഡലിങ് മാത്രമല്ല കേട്ടോ, അല്ലാതെ കുറേ ഫീൽഡിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. വക്കീലുമാരുണ്ട്, പത്മലക്ഷ്മി എൻ്റെ സുഹൃത്താണ്, ഡോക്ടേഴ്സ് ഉണ്ട്, എല്ലാ ഫീൽഡിലേക്കും കയറിയിട്ടുണ്ട്. ടീച്ചേഴ്സ്, ഇനി ടീച്ചേഴ്സും ഉണ്ടാവും. അത് ഞാൻ എൻ്റെ മുന്നിൽ അത് സ്വപ്നം കണ്ടു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നെ അത്രത്തോളം
കളിയാക്കിയ ആൾക്കാർ എന്നെ സ്കൂളുകളിൽ തന്നെ കളിയാക്കിയ എൻ്റെ സുഹൃത്തുക്കൾ ഇപ്പം എന്നെ ചേർത്ത് നിർത്തുന്നുണ്ട്. ഒരു പക്ഷേ അവർക്ക് അതിനെക്കുറിച്ചുള്ള അറിവ് കിട്ടിയത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം അവരെന്നെ ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യണത്. അപ്പോൾ ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ ഒരു അധ്യാപികയായി പോകാൻ തന്നെയാണ് എൻ്റെ ഒരു ലക്ഷ്യം എന്നുള്ളത്. അതെന്തായാലും നടത്തണം. അതിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും മുന്നോട്ടേക്ക് കൊണ്ടുപോയി തന്നെ വേണം. ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു എന്നെക്കുറിച്ച് മാതൃഭൂമി ഇതിൽ പത്രത്തിൽ. നമ്മുടെ വർഗീസേട്ടനായിരുന്നു അത് കൊടുത്തത്. ആ സമയത്ത് ഞാൻ അതിൽ 2 വേർഡ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചിതൽ തിന്നാത്തതിന് മുന്നേ ആ കീറി മുറിച്ച മണ്ണിൻ്റെ പാതിയെങ്കിലും എനിക്ക് കാല് കുഴിച്ചിടാൻ വേണം. കൊട്ടി അടയ്ക്കാത്തതിന് മുന്നേ കെട്ടിപ്പിടിച്ച് മയങ്ങാനും നീ എന്ന നിന്നിലേക്ക് അലിഞ്ഞു ചേരാനും. അങ്ങനെ പുല്ല് മുളയ്ക്കണം നാം മയങ്ങുന്ന ആ നരച്ച മണ്ണിൽ. ഇതിൽ പ്രണയമുണ്ട്, അവകാശമുണ്ട്, എൻ്റെ കുലമുണ്ട്, ഗോത്രമുണ്ട്, എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വരി എനിക്ക് അത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് പെറ്റുട്ടായി മുല കുടിച്ച, പെറ്റിട്ടത് മുല കുടിച്ചു, അമ്മ എന്നും അപ്പ എന്നും നാവ് പിടിച്ചു, അമ്മ ഇൻറ്റും അപ്പ ഇൻറ്റും നാവ് പൊളിച്ച, പണിച്ച് കൊളുത്തെ വാതെ തോന്നി വാതെ. ഇതാണ് ഞാൻ കേരള സാഹിത്യ അക്കാദമിയിൽ അയച്ചു കൊടുത്തിരിക്കുന്ന ആ കവിത. അതിൽ മൊത്തം വരികൾ ഞാൻ ഓർക്കുന്നില്ല, അത് മറന്നുപോയി. അതിൽ മെയിനായിട്ടും ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി എങ്ങനെയാണ് ആ ഒരു ഇതിലേക്ക് കടന്നു വരണത്, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അനുഭവിക്കണത്, എല്ലാ കാര്യങ്ങളും അത് ട്രൈബൽ പണിയ ഭാഷയിൽ ഞാനത് എഴുതിയിട്ടുണ്ട്. ഒരുപാട് കവിതകൾ ഇനിയും ഞാൻ എഴുതാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാനൊരു ട്രാൻസ് വ്യക്തി എന്നതുകൊണ്ട് എന്താണ്, ഞാൻ ജെൻഡർപരമായ കാര്യങ്ങൾ മാത്രമല്ല ഞാൻ എഴുതണത്, അല്ലാതെ ഞാൻ ഒരുപാട് എഴുത്തുകൾ എഴുതുന്നുണ്ട്. മഴക്കാലം എന്ന് പറഞ്ഞൊരു കുഞ്ഞി പോയുണ്ട്. അത് സത്യം പറഞ്ഞാൽ എനിക്ക് എന്താണ് SCERT പുസ്തകത്തിൽ എനിക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല. ഒരു പക്ഷേ അടുത്ത വർഷം ആ ഒരു കവിത ഞാൻ ചർച്ചാ വിഷയമാക്കാൻ എന്തായാലും ഇറങ്ങിത്തിരിക്കാൻ പോവാണ്. ഒരു പക്ഷേ ഒരു മഴക്കാലം എന്ന് പറയുമ്പോൾ പല അനുഭവങ്ങളും നമുക്കുണ്ടാവാം. അത് പേടിപ്പെടുത്തുന്നതായിരിക്കാം, പ്രതീക്ഷകൾ തരുന്നതായിരിക്കാം. എല്ലാം കൊണ്ടും എന്താണ് മുന്നിലേക്ക് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുപരിയായിട്ട് തന്നെ ഈ ഞങ്ങൾ നേരത്തെ ഞാനും ചേച്ചിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളതിന് ഇൻ്റർവ്യൂ പോലെ ക്വസ്റ്റ്യൻ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കടുംപിടുത്തുള്ള ക്വസ്റ്റ്യനോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കില്ല. കാരണം അത്രത്തോളം ഞങ്ങൾക്ക് അറിയണ ആൾക്കാരാണ് ഞങ്ങൾ. എന്ന് പറയുന്ന പ്രോഗ്രാമിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചീഫ് ഗസ്റ്റായിട്ടാണ് എന്നെ വിളിച്ചത്. ആകെ ഒരു പ്രോഗ്രാമിന് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മളിപ്പോൾ ഓഡ് നമ്പേഴ്സാണ് ചെയ്തേക്കുന്നത്. 1, 3, 5, 7, 9. ഇനിയിപ്പോൾ 2, 4, 6, 8, 10 അതാണിപ്പോൾ വരുന്നത്. അപ്പോൾ അതിനകത്ത് ഈ ട്രൈബൽ ലാംഗ്വേജ് ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ 10 വർഷത്തിനിടയിൽ നടക്കില്ല. കാരണം മേ ബി ഇതൊരു ലാസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും നമ്മുടെ കയ്യിലുണ്ടാവുക. ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ ഈ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള ഈ കൺസെപ്റ്റ് മാറിപ്പോകും. വിനീത് സാറിനെ കണ്ടായിരുന്നല്ലോ നേരത്തെ, ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ പുള്ളി എൻ്റെ RO-യാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ എക്സ്പെർട്ട് കമ്മിറ്റിയിലുള്ളതാണ്. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വയനാട് ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു. MLA ശശിയേട്ടൻ ഉള്ള സമയത്ത് അങ്ങനെ അത് മെൻ്റർ ടീച്ചേഴ്സിനെ ഇടുക്കിയിലും വയനാട്ടിലും ചെയ്തേക്കുന്നതാണ്. പക്ഷേ അവിടെയും പ്രശ്നം ഉണ്ടായിരുന്നു ടീച്ചറെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മെൻ്റർ ടീച്ചേഴ്സായിട്ട് വരുന്ന ആൾക്കാർ കൂടുതലും കുറുമ കമ്മ്യൂണിറ്റി എന്ന് വരുന്നത്. ഇവർക്ക് വരെ സോക്കോൾഡ് മറ്റ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരോട് അകൽച്ച കാണിക്കുന്നുണ്ട്. ലാംഗ്വേജിൻ്റെ കാര്യത്തിലൊക്കെ ഉണ്ട്. അതാണ് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തത്. നമ്മുടെ പേരും പറഞ്ഞ് ആദിവാസി വിഭാഗങ്ങളിൽ തന്നെ കുറച്ച് ഞാൻ കുറ്റം പറയണതല്ല, നമുക്ക് എന്താണ് നമ്മുടെ അവസ്ഥകൾ മനസ്സിലാക്കണം. ഇപ്പോൾ പണിയൻ്റെയും ഊരാടിയുടെയും പിന്നെ കാട്ടുനായ്ക്കൻ്റെയും പേരും പറഞ്ഞിട്ട് ഇവിടെ വേറെ പല ആൾക്കാരാണ് ഞങ്ങൾക്ക് കിട്ടുന്ന അധികാരങ്ങൾ നേടിയെടുക്കണത്. നമ്മൾ ചോദിച്ചു പോണ സമയത്ത് ഇവർ തരൂല. ഒരു പക്ഷെ ചോദിച്ച് പോവാതിരുന്നു കഴിഞ്ഞാൽ
നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊന്നും TTC കഴിഞ്ഞിട്ടില്ലല്ലോ. TTC കഴിഞ്ഞാലല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും തരാൻ പറ്റുള്ളൂ. അപ്പോൾ TTC കഴിഞ്ഞ് നല്ല ക്വാളിഫിക്കേഷനോട് നമ്മൾ പോയി ചോദിക്കുന്ന സമയത്ത് ഇവർക്ക് പറയാൻ പല ന്യായങ്ങളാണ്. ഏതെങ്കിലും ഒരു പ്രോജക്ടർ ഓഫീസർ പറയുമോ ഇതുപോലെ ഈ വർഷം ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് കൈതട്ടി വന്നതാണ്, അറിയാതെ വന്നതാണ്. എല്ലാ പ്രൊമോട്ടേഴ്സും നമുക്ക് അയച്ചു തരണം. രാവിലെ വന്നിട്ട് എല്ലാവരും അതാത് ഓഫീസുകളിൽ കയറി ഇറങ്ങുകയാണ് ഫോമിന് വേണ്ടിയിട്ട്. ആ സമയത്ത് ഇവർ പറയണ പല ന്യായങ്ങളാണ്. മുകളിൽ നിന്ന് ഓർഡർ കിട്ടണമെന്ന്. ഞാൻ വിചാരിച്ചു ഇനി ഏത് ദൈവത്തിൻ്റെ ഓർഡറാണോ കിട്ടേണ്ടതെന്ന്. TTC കഴിഞ്ഞിട്ടിപ്പോൾ പിന്നെ 5 വർഷം കഴിഞ്ഞു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതാണ്. ഇത് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഡിഗ്രിക്കെങ്കിലും പോകാമെന്ന് വിചാരിച്ചിട്ട് ഡിഗ്രി ചെയ്തത്. അപ്പോൾ ഡിഗ്രിയും ഉണ്ട് ഇപ്പോൾ നിലവിൽ. അപ്പോൾ കിട്ടേണ്ട ചില കാര്യങ്ങൾ നമുക്ക് കിട്ടാതിരിക്കുമ്പോഴാണ് നമ്മളതിനെ ക്വസ്റ്റ്യൻ ചെയ്യണത്. അത് തെറ്റ് പറയണതല്ല, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും കൃത്യമായിട്ട് ചെയ്യാത്ത പല തെറ്റുകളുണ്ട്. അത് ഉണ്ടെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. നന്ദി പ്രകൃതിക്കും നീതുവിനും. നമ്മൾ 5-6 വർഷമായിട്ട് എടുത്ത വിഷയങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമായിരുന്നു ഇന്ന് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്. ഇതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും ചർച്ച ചെയ്യാനുണ്ട്. വരുന്ന കാലങ്ങളിലൊക്കെ നമ്മളത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എടുക്കും എന്ന് പറയാനാണ് ഈ സമയത്ത് പറ്റുക. രണ്ടുപേർക്കും ഇഗ്നൈറ്റ് സംഘാടകരുടെ പേരിൽ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഓരോ മൊമെൻറ്റോ നൽകുന്നതിന് വേണ്ടിയിട്ട് ജോർജ് ഏട്ടനെ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രകൃതിക്ക് ഓട്ടോക്കാരനോടെ എന്നാ 1 രൂപ പോലെ 300 ഒഴിവാക്കി തരുമെന്ന് ചോദിച്ചൂടെ എന്നാണ് ജോർജ് ഏട്ടൻ പറഞ്ഞത്. അങ്ങനെ ചോദിക്കാമായിരുന്നു. ഓക്കെ, നീതുവിന് മൊമെന്റ് കൊടുക്കാൻ അജേഷ് ഏട്ടൻ 13.8 അത് അടുത്ത പ്രാവശ്യം മാറ്റും.